الحمد لله حمدا كثيرا طيبا مباركا فيه، الصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. وكم من سليم مات من غير علة وكم من سقيم عاش حين من الدهر. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, എടവണ്ണ മണ്ഡലത്തിലെ തസ്ബിയ സമ്മേളനത്തിൽ പന്നിപ്പാറ പള്ളിമുക്കിൽ ഈ ഒരു നല്ല സൗകര്യമുള്ളൊരു സ്ഥലത്ത് അൽഹംദുലില്ലാഹ് ഒത്തൊരുമിക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഈ സ്ഥലവും അനുബന്ധമായ സൗകര്യങ്ങളും ഇത്തരത്തിലൊരു വലിയ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്, പ്രവാചകന്റെ സുന്നത്തുകളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമുക്ക് നൽകിയ ആ സഹോദരനും കുടുംബത്തിനും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. സത്യദീനിന്റെ വക്താക്കളാകാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഹിദായത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു വലിയ ഭാഗ്യം നൽകുമാറാകട്ടെ. എടവണ്ണ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറക്കാനാകാത്ത ഒരു പ്രദേശം എന്ന നിലക്ക് കൗമാര കാലഘട്ടങ്ങളിൽ തൊട്ടടുത്ത എടവണ്ണയിലൊക്കെ പഠിച്ചതുകൊണ്ട് തന്നെ ഈ പരിസരങ്ങളും പ്രദേശവും ഇവിടുത്തെ സാഹചര്യങ്ങളുമൊക്കെ കുട്ടിക്കാലം മുതൽ കണ്ടറിയുന്ന ഒരാൾ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ഇന്ന് കഴിയുന്നതും ഒരു വലിയ അനുഗ്രഹമായി അൽഹംദുലില്ലാഹ് റബ്ബിനെ സ്തുതിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പരിസര പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ വഴിയോരങ്ങളിലോ അകന്ന് എവിടെയെങ്കിലും മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സദസ്സിൽ വന്നിരിക്കൂ. ഇത് ആരെയെങ്കിലും ചീത്ത വിളിക്കാനോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കുവാനോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വലാത്തിന്റെ ദിക്റിന്റെ മറ്റെന്തെങ്കിലും പോരിശ പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഇല്ലാത്ത കറാമത്തുകൾ പറഞ്ഞ് നിങ്ങളുടെ പോക്കറ്റുകൾ കാലിയാക്കുവാനോ ഉള്ള ഒരു വേദിയല്ല ഇത്. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടയച്ചു പോയ ഇൽമിന്റെ സുന്നത്തിന്റെ ചില ഭാഗങ്ങൾ വളരെ കുറഞ്ഞ സമയം ഓർമ്മപ്പെടുത്താനുമാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ ഏതൊരു നാട്ടിൽ ചെന്നു കഴിഞ്ഞാലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്
ഒട്ടനേകം ആളുകൾ ഒരു സദസ്സിൽ നന്മയെ വീക്ഷിക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. വീടുകളിലുള്ള സ്ത്രീകളുണ്ടാകും, കുഞ്ഞുങ്ങളുണ്ടാകും, ആ പ്രദേശത്തെ കച്ചവടക്കാരുണ്ടാകും, നാട്ടിലെ പലരും ഉണ്ടാകും. അതൊരു വലിയ നന്മയാണ്, ഗുണമാണ്. എന്താണ് അവിടെ പറയുന്നത്? എന്തു തെളിവാണ് അവർക്ക് പറയാനുള്ളത്? എന്താണ് അവർ പ്രത്യേകിച്ച് പറയുന്നത് എന്ന് സാഹൂദം ശ്രദ്ധിക്കുകയും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഖുർആൻ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു സംസാരം, ഒരു ദീനിയായ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കേണ്ട ഒരു സദസ്സിന്റെ മുമ്പിൽ വന്നാൽ നമ്മൾ എന്താകണം? ആദ്യം കേൾക്കാനൊരു മനസ്സുണ്ടെങ്കിലാണല്ലോ ബാക്കി നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്തിന് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഞാൻ എന്തിന് കേൾക്കണം? അള്ളാഹുവിൻ്റെ ഖുർആനിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ അതാ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫബശ്ശിർ ഇബാദ് الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. നിങ്ങൾ ഇഷ്ടമുള്ള പരിഭാഷ തുറന്നു നോക്കിയിട്ട്, നിങ്ങൾ ആദരിക്കുന്ന പണ്ഡിതന്മാരുടെ പരിഭാഷ തുറന്നു നോക്കിയിട്ട് അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്ക്. സൂറത്തു സുമറിന്റെ 17ഉം 18ഉം ആയത്തുകളാണ്. പേനയുണ്ടെങ്കിൽ എഴുതി വെച്ചോ, മൊബൈൽ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തു വെച്ചോ. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയാം, എന്റെ അടിമകളോട് സന്തോഷ വാർത്ത പറയിക്കണം നബിയെ. അവർക്ക് സന്തോഷകരമായ വിഷയങ്ങൾ, സന്തോഷ വാർത്തകൾ അറിയിച്ചു പറഞ്ഞു കൊടുക്കണം നബിയെ. ആരാണ് അടിമകൾ? അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ്. യസ്തമിഊന, ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. കേൾക്കുക നല്ലൊരു ഗുണാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഫയത്തബിഊന അഹ്സന, എന്നിട്ട് അതിൽ നിന്ന് ദീനിനോട്, പ്രമാണങ്ങളോട്, ഖുർആനിനോട്, ഹദീസിനോട് യോജിക്കുന്ന ഏറ്റവും ശരിയായ നിലപാടുകളെ പിൻപറ്റുന്നവരുമായിരിക്കും ആ അടിമകൾ. അവർക്ക് സന്തോഷിക്കാം. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അങ്ങനെയുള്ള മനുഷ്യർ ഏത് നാട്ടിലുണ്ടോ അള്ളാഹു അവർക്ക് സന്മാർഗം കൊടുക്കുന്നതാണ്. പടച്ചവൻ അവനെ ഹിദായത്തിലാക്കുന്നതാണ്. വഉലൈക ഹും ഉലുൽ അൽബാബ്, അങ്ങനെയുള്ള ആളുകൾ ബുദ്ധിമാന്മാരാണ്, ബുദ്ധിയുള്ളവരാണ്. എത്ര വ്യക്തമാണ് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും ഈ അടിമകളുടെ പ്രത്യേകത. അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. ഫയത്തബിഊന അർഷദ, അതിന്റെ അടിസ്ഥാനത്തിൽ നന്മകളെ പിൻപറ്റുന്നവരാണ്. വഅഹ്സനൽ കലാം, അതേപോലെ തന്നെ ഏറ്റവും നല്ല സംസാരമാണ്. വഅർഷദഹു കലാമുല്ലാഹ് സുമ്മ കലാമ റസൂലിഹി, ലോകത്തെ ഏറ്റവും ഉത്തമമായ സംസാരം ആരുടേതാ? ഏതെങ്കിലും സംഘടനാ ഭാരവാഹികളുടേതല്ല, ഏതെങ്കിലും നേതാക്കന്മാരുടേതല്ല, ഹോജരാജാക്കന്മാരുടേതല്ല. ഏറ്റവും നല്ല സംസാരം ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാണ്. ഏറ്റവും നല്ല ചര്യാരുടേതാ? വഖൈറൽ ഹദിയു ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉത്തമമായ സംസ്കാരം, ചര്യ നബി തങ്ങളുടെ ചര്യയാണ്. എന്നിട്ട് തഫ്സീറിൽ കാണാം, ഉലൈക ഹുമുല്ലദീന വഫഖഹുമുല്ലാഹു ലിർറശാദി വസ്സദാദ്, സത്യത്തിലും നേർമാർഗത്തിലുമായി ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിച്ചവരായ ആളുകളാണ്. അവർ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കും. നമ്മൾക്കൊരു ചെലവില്ല. നമുക്കെന്താ, നമ്മുടെ വീടിന്റെ മുമ്പിലിരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ കടയിലിരുന്ന്, അല്ലെങ്കിൽ വഴിയിലിരുന്ന് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കാനൊരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് സന്മാർഗം കൊടുക്കുമെന്നാണ് ഖുർആനിലെ ആയത്ത് പഠിപ്പിച്ചത്. എന്നാൽ വേറെ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരെ പറ്റിയാണ് അള്ളാഹുവിന്റെ ഖുർആൻ രണ്ടാമത് പറഞ്ഞ ഒരു ഭാഗം സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാം. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് വർഗത്തിലും ഇൻസ് വർഗത്തിലും പെട്ട ധാരാളം ആളുകളെ കൊണ്ട് നരകം നിറക്കുന്നതാണ് നാം. കുറച്ചൊന്നല്ല, ബഹുഭൂരിഭാഗം. ഇൻസ് വർഗത്തിലെ, ജിന്ന് വർഗത്തിലെ മഹാഭൂരിഭാഗത്തെ കൊണ്ട് നാം നരകത്തെ നിറക്കുന്നതാണ്.
എന്താണ് അവരുടെ അടയാളം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഖുർആൻ പറയാണ് അവർക്ക് കൽബുകളുണ്ട്, ഹൃദയങ്ങളുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും അവർ ചിന്തിക്കൂല. ചിന്തിക്കാനൊക്കെ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെന്താ പറയണത് അതങ്ങ് പറഞ്ഞു പോവുക. ലഹും ഖുലൂബുൻ, അവർക്ക് കൽബുകളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ടൊന്നും അവർ ചിന്തിക്കൂല. വലഹും അയ്യുനുൻ, നല്ല 570 മെഗാപിക്സൽ ക്ലാരിറ്റി ഉള്ള നല്ല 2 കണ്ണുകൾ പടച്ചോൻ തന്നിട്ടുണ്ട്. തിമിരം ബാധിക്കാത്ത കണ്ണുകളാണോ പടച്ചോൻ തന്ന അനുഗ്രഹീതമായ ആ കണ്ണുകളുടെ ശക്തി എത്രയാണ്? പടച്ചവൻ തന്നതാണ്. പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് തുറന്നു കാണേണ്ടത് അവൻ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവന് ചെവികളുണ്ട്, പക്ഷേ ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് അവൻ കേൾക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവന് കാതുകളുണ്ട്, ചെവിയുണ്ട്, പക്ഷേ ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. അവർ കേൾക്കണില്ല, അവരിത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, അവർക്കിത് കേൾക്കും വേണ്ട, അവർ ഉപയോഗിക്കുന്നില്ല. പടച്ചോൻ തന്ന അനുഗ്രഹീതമായ അവയവങ്ങളുണ്ട്, അത് ഉപയോഗിക്കാത്തവരാണ്. കൽബുണ്ട്, ചിന്തിക്കൂല, കണ്ണുണ്ട്, കാണൂല, ചെവിയുണ്ട്, അവർ കേട്ട് കാതുകൾ തുറന്നത് കേൾക്കാൻ പോലും തയ്യാറല്ല. ഇനി പറയണം സുഹൃത്തുക്കളെ, ഇവരെ പറ്റിയാണ് ഖുർആൻ പരാമർശിക്കുന്നത്, നമ്മുടെ വാക്കല്ല. ഉലൈക കല്ലൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽഹും, അതൽ അതിനേക്കാൾ മോശപ്പെട്ടവരാണ്. എന്താണ് പശുവിനും മനുഷ്യനും തമ്മിൽ വ്യത്യാസം? അത് പശു അങ്ങനെ തിന്നുന്നു, കുടിക്കുന്നു, കാഷ്ടിക്കുന്നു, അതിൻ്റെതായ ശുഗലായിട്ട് അങ്ങനെ പോവുകയാണ്. മനുഷ്യനോ, അവൻ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവനാകണം, വിവേകത്തോടെ സംസാരിക്കുന്നവനാകണം, കാണേണ്ടത് കാണുന്നവനാകണം, അവന് വികാര വിചാരങ്ങൾ ഉണ്ടാകും. ഉലൈക കല്ലൻആമി ബൽഹും അതൽ അതിനേക്കാൾ മോശമാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരായ ഒരു വിഭാഗമാണ്. ഈ പള്ളിമുക്കിലെ ഈ പരിസരത്തുള്ള പ്രിയപ്പെട്ടവരെ, എന്നെ പറ്റിയാണോ ഈ പറയുന്നത്? ഞാൻ ഒന്നും കേൾക്കാത്ത, ചിന്തിക്കാത്ത, കാണാത്ത, മനസ്സിലാക്കാത്ത, വായിക്കാത്ത ഒരു മനുഷ്യനാണോ? കന്നുകാലികളെ പോലെയാണോ? അതിനേക്കാൾ മോശത്തിലാണോ? ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അശ്രദ്ധനായ ആളാണോ? ചിന്തിക്കാൻ ഈ ആയത്തുകൾ നമുക്ക് ധാരാളം പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന ഈ മഹത്തായ അനുഗ്രഹങ്ങളെല്ലാം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും തന്നിരിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബ് പറഞ്ഞു ഇതൊക്കെ ചോദിക്കും. ഇതൊക്കെ പടച്ചോന്റെ കോടതിയിൽ വന്ന് നമ്മൾ കണക്ക് ബോധ്യപ്പെടുത്തണം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ അവയവങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നരകത്തിന്റെ വലിയ ശിക്ഷകൾ അവന്റെ നെഞ്ചത്തേക്ക്, ശരീരത്തിലേക്ക്, തൊലിയിലേക്ക്, എന്താ നാറുല്ലാഹിൽ മൂഖദാ, തുളച്ചു കയറുന്ന, കത്തിക്കയറുന്ന നരകമാണ്. അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ, അവന്റെ ഹൃദയത്തിനകത്തേക്ക് വരെ തുളച്ചു കയറുന്ന തീയാണ് നരകമെന്നത്. ആ നരകത്തിലേക്ക് അകപ്പെട്ടു കഴിഞ്ഞാൽ അവൻ പറയുന്ന വാക്കാണ് വഖാലൂ ലൗ കുന്നാ നസ്മഉ, അവർ പറയാണ് വഖാലു, അവർ പറയും ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ ഈ ഉപദേശങ്ങളും വഅളുകളുമൊക്കെ ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ആളിക്കത്തുന്ന ഈ നരകത്തിൽ ഞങ്ങൾ വീഴൂലായിരുന്നു. കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വീഴൂലായിരുന്നു എന്നാ പറയണത്. ചാൻസ് ഇല്ലാത്ത, സെക്കൻഡ് ചാൻസ് ഇല്ലാത്ത നരകത്തിന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് വിലപിക്കുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, സദസ്സിലിരിക്കുന്നവരെ,
നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ചെന്നിട്ട് ഒരിക്കലും ഈ അവസ്ഥ വരാതിരിക്കാനാണ് ഈ തസ്ബിയ സമ്മേളനങ്ങളൊക്കെയും. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഈ ദുനിയാവ് ഇവിടെ നന്നാകാനും തിരുത്താനും തൗബ ചെയ്യാനും പശ്ചാത്തപിക്കാനും മാപ്പ് ചോദിക്കാനും നല്ലപോലെ ഇസ്ലാഹോടെ ജീവിക്കാനും ഇവിടെ അവസരമുണ്ട്. നാളെ പരലോകത്ത് നമുക്കൊന്നും തിരിച്ച് ചെയ്യാൻ അവസരങ്ങളില്ല. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇവർ പറയുന്ന ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാലൂ ലൗ കുന്നാ നസ്മഉൽ ഹുദാ, അല്ലാഹുവിന്റെ ദുനിയാവിൽ സന്മാർഗം ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ. കുറേ മ്യൂസിക്കുമായിട്ട് നടക്കും, കുറേ ട്രോളുകളും കോമഡികളും തമാശകളും കേട്ട് നടക്കും. ഹുദയാകുന്ന സന്മാർഗം ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലുഹു, ഞങ്ങളൊന്ന് ശരിക്ക് ബുദ്ധി കൊടുത്തൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഫനഅമലു ബിഹി, ഞങ്ങൾ അത് അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, കത്തിജ്വലിക്കുന്ന സഹിക്കാനാവാത്ത ദുനിയാവിന്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള ഈ നരകത്തിൽ ഞങ്ങൾ വീഴൂലായിരുന്നു. സ്വഹാബിയാണല്ലോ വിശദീകരണം പറയുന്നത്. വഖാല സുജാജ് റഹിമഹുല്ലാഹ്, ഒരു പണ്ഡിതൻ പറയാണ്, ലൗ കുന്നാ നസ്മഉ സമിഅ മൻ യഅ വയതഫക്കർ ഔ നഅഖിലു അഖല മൻ യുമയ്യിസ് വയൻദുർ മാ കുന്നാ മിൻ അഹ്ലിൻ നാർ. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സാരോപദേശങ്ങളൊക്കെ തരുമ്പോ ഞങ്ങളതൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ വീഴൂലായിരുന്നു. ഇതിൽ നിന്നുള്ള ഗുണപാഠമാണ് ബുദ്ധിയുള്ള മനുഷ്യനും അവന്റെ ആ ബുദ്ധി ഉപയോഗത്തിൽപ്പെടും. ബുദ്ധി കൊണ്ട് ഈ നരകത്തുനിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുന്നവനാണ് ബുദ്ധി ഉപയോഗിച്ചവൻ. ആകാശലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. 7 ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. സൂര്യചന്ദ്രന്റെ അവസ്ഥകളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. കാണാതെ പഠിച്ച ആയത്താ. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ഇതൊക്കെ ചിന്തിച്ചു നോക്ക്. അത് ചിന്തിച്ചാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ നാവെന്ന് പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ. ഇതൊന്നും വെറുതെ പടച്ചതല്ല. ഇതൊന്നും ഒരു രസത്തിന് തമാശയിൽ അങ്ങനെ വെറുതെ ചിന്തിച്ചുണ്ടാക്കിയതല്ല. ഇതൊന്നും വെറുതെ പടച്ചതല്ല റബ്ബേ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാര് പറയാൻ തുടങ്ങും. ഏതൊരു നാട്ടിലും എന്ന പോലെ ഏതേത് പ്രദേശങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി സംസാരിക്കാൻ തുടങ്ങി. വർഷങ്ങൾ എത്ര പണ്ഡിതന്മാർ മൈക്കില്ലാതെ സ്റ്റേജുകളില്ലാതെ വഴിയോരങ്ങളിൽ കവലകളിൽ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. കഴുത്തിലേക്ക് പടക്കമെറിഞ്ഞ എത്ര മനുഷ്യരുണ്ടായിരുന്നു. ഓവുചാലിലേക്ക് തള്ളിയിട്ട മർഹൂം സയ്യിദ് മൗലവി രണ്ടത്താണിയുടെ ചരിത്ര പുസ്തകം വായിച്ചു നോക്ക്. ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തെന്ന പുസ്തകം വായിച്ചു നോക്കി. എന്തൊക്കെ ദുരിതങ്ങളാണ് നാട്ടിൽ നിന്ന് പ്രയാസം അനുഭവിച്ചത്. എന്തിന്റെ പേരിലാണെന്നറിയുമോ? ഈ ഖുർആനിലുള്ള ആയത്തുകൾ ജനങ്ങളെ നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. ഒരു നാട്ടിൽ ഒരു സഹോദരൻ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇതുപോലെ ഒരു തസ്ഫിയെ പോലെ ഒരു പുതിയ പ്രദേശത്ത് ഇസ്ലാമിന്റെ സന്ദേശം കേൾപ്പിക്കണമെന്ന് പറഞ്ഞ് മൈക്ക് കെട്ടിയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് ആളെ കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ നിൽക്കുന്നതിന്റെ സമയത്ത് പ്രസംഗികൻ വരുന്നതിന്റെ 10 കിലോമീറ്റർ മുമ്പ് വഴി തടയുകയാണ്. ഈ നാട്ടിൽ നിങ്ങൾ ഇറങ്ങാൻ പാടില്ല, ഇറങ്ങിയാൽ ഞങ്ങൾ തീരുമാനമാക്കും. ആരാ തടയുന്നതറിയോ? മറ്റു പ്രസ്ഥാനക്കാരോ മറ്റു മതക്കാരോ ഒന്നുമല്ല, ഈ സമൂഹത്തിലെ പുരോഹിതന്മാരാണ്. ആളെ പറഞ്ഞയച്ചു, നിങ്ങൾ ഇവിടെ കാലുകുത്തിയാൽ നിങ്ങളെ വേണ്ടതുപോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യും, തിരിച്ചു പൊക്കോണം, ഇവിടെ ഇറങ്ങാൻ പാടില്ല. അടുത്ത വണ്ടിക്ക് ആ മനുഷ്യനെ തിരിച്ചു കയറ്റി വിട്ടു. ആ പ്രസംഗത്തിന് ക്ഷണിച്ച മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നാട്ടിലൊരു സമ്മാനം കൊടുത്തൊരു സ്വീകരണം. ഇനി ഒരാളും ഈ ഹാജിയോട് ഈ മനുഷ്യനോട് മിണ്ടാൻ പാടില്ല. 1000 വിലക്ക്. അവിടെ വയസ്സായ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. 1000 വിലക്ക്.
മിണ്ടാൻ പാടില്ല, കല്യാണത്തിന് ക്ഷണിക്കാൻ പാടില്ല, ഇദ്ദേഹം ബാർബർ ഷോപ്പിൽ വന്നാൽ മുടി വെട്ടിക്കൊടുക്കാൻ പാടില്ല, ഇയാൾ ടെക്സ്റ്റൈൽസിൽ വന്നാൽ ഡ്രസ്സ് കൊടുക്കാൻ പാടില്ല. എന്താ പ്രശ്നം? ഈ പറഞ്ഞ ആയത്തുകൾ, ഈ തൗഹീദിന്റെ സംസാരങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്മാർ കേൾക്കണേ എന്ന് വിചാരിച്ച് ഒരാളെ പ്രസംഗിക്കാൻ പ്രസംഗിച്ചിട്ടില്ല, കൊണ്ടുവന്നിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അബൂജഹൽ ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവരുടെ സ്വഭാവം പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ വശ്യമനോഹരമായ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കും. നമ്മുടെ വീട്ടിൽ ഇപ്പൊ പരിപാടി ഉണ്ടോ? നമ്മൾ ഈ മൊബൈൽ ഫോണും കോവിഡ് കാലമൊക്കെ വന്നതിന് ശേഷം ആ സമ്പ്രദായത്തെ എത്രമാത്രം നമ്മൾ എടുത്ത് ഒഴിവാക്കി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളൊക്കെ. ഇന്ന് നമ്മൾ എത്ര പേര് എത്ര ആയത്ത് ഓതിയിട്ടുണ്ട്? ഒരു ദിവസം 3 ആയത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം 3 ആയത്ത് നമ്മളെങ്ങാനും കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന നമ്മളൊക്കെ 6 കൊല്ലം കൊണ്ട് ഹാഫിളായി. ഒരു ദിവസം നമ്മളൊരു 5 ആയത്ത് മനപ്പാടമാക്കാൻ കഴിഞ്ഞാൽ ഏകദേശം 4 വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് ഹാഫിളാകാൻ പറ്റും. ഇനി പോട്ടെ, ഒരു ദിവസം 1 പേജ് ജസ്റ്റ് അർത്ഥമറിഞ്ഞെങ്കിലും നമുക്ക് ഓതി നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനോഹരമായി ഖുർആൻ ഓതാൻ ഖുർആൻ ഇല്ലായിരുന്നു. ഓതി കൊടുക്കണമെങ്കിൽ ഒരു ഖുർആൻ വേണ്ടേ? ഖുർആൻ ഇല്ലായിരുന്നു. പക്ഷെ ആ ഓത്ത് കേൾക്കാൻ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മുശ്രിക്കീങ്ങൾ വരെ വരുമായിരുന്നു. ജനലിന്റെ സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഓത്ത് ഇങ്ങനെ കേൾക്കാൻ വരുമായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് അബദ്ധവശാ പോലും ആ സൗണ്ട് കേൾക്കുവോ? ആ ഓത്ത് കേട്ടുകൊണ്ട് പലരും പറയാൻ തുടങ്ങി, ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ്, ഖുർആൻ വല്ലാത്ത മനോഹരത കാണിക്കുകയാണ്. സാഹിത്യകാരന്മാരുടെ ഇടയിലാണ് ഖുർആന്റെ ആയത്ത് വരുന്നത്. അവരങ്ങാടിയിൽ ചെന്ന് പരസ്പരം പറയാൻ തുടങ്ങി, ഞാനൊരു ആയത്ത് കേട്ടു, ഞാൻ ഇന്നലെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഓത്ത് കേട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രശംസിക്കാൻ തുടങ്ങിയപ്പോ അപ്പുറത്ത് വേറെ ഒരു അബു ഉണ്ടായിരുന്നു. അതാരാ? അബൂ ജഹലായിരുന്നു. മൂപ്പരെ പരിപാടി എന്തായിരുന്നു? വഖാലല്ലദീന കഫറൂ, കാഫിരീങ്ങൾ പറഞ്ഞു, പ്രത്യേകിച്ചും അബൂ ജഹലാണ് അതിന്റെ പിന്നിൽ, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. അവിടുത്തെ വയലെന്താ അറിയോ? നിങ്ങൾ ഒരിക്കലും ഈ ഖുർആൻ നിങ്ങൾ കേൾക്കാൻ പോകരുത്. നമ്മളോട് എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും? നമ്മുടെ മഹലിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ അടുത്ത ദിവസങ്ങൾക്ക് പ്രസംഗിക്കാൻ പോയ ചില സ്ഥലങ്ങളിലൊക്കെ പറയാണ്, നിങ്ങൾ അവിടെ പ്രസംഗത്തിന് സ്ഥലം കൊടുക്കരുത്, നിങ്ങൾ അവിടെ മൈക്ക് കൊടുക്കരുത്, നിങ്ങൾ അവിടെ കസേര കൊടുക്കരുത്. നാട്ടിൽ വെള്ളിയാഴ്ച ഇതുവരെ മലയാളം പറയാത്ത മനുഷ്യന്മാരൊക്കെ അന്ന് മലയാളം പറയും. നമ്മുടെ ഒരു പ്രഭാഷണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് എന്തായാലും മലയാളത്തിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും, ഇത് അവിടെ ഒരു പരിപാടി വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ ആരും പങ്കെടുക്കരുത്, കേൾക്കരുത്. ഈ അടുത്ത് ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് അതുവരെ മഹലിൽ ഒരു മീറ്റിംഗും വിളിക്കാത്തതാണ്. നമ്മുടെ പ്രസംഗം വെച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ജനറൽ ബോഡി മീറ്റിംഗ്, എല്ലാവരും വരണം, നിർബന്ധമായും വന്നിരിക്കണം. എന്തേ? അവിടേക്ക് പോകരുത്. അബൂ ജഹൽ എന്ന് പറഞ്ഞു, വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ കേൾക്കാൻ പോകരുത്. ഇനി പോയാൽ തന്നെ വൽഗൗ ഫീ, അവിടെ ചെന്ന് നിങ്ങൾ ബഹളം ഉണ്ടാക്കണം, അവിടെ ബഹളം വെച്ച് കൂക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾക്ക് അതിനെ അതിജയിക്കാൻ സാധിച്ചേക്കാം. സൂറത്ത് ഫുസ്സിലത്തിന്റെ 26-ാമത്തെ ആയത്താണ്, ഒന്ന് വായിച്ചു നോക്കിക്കോ. പൊന്നാനി മഖ്ദൂമി തങ്ങളെ പരിഭാഷയുണ്ട്, കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ പരിഭാഷയുണ്ട്, കെ.വി.എം. മന്ദാവൂരിന്റെ പരിഭാഷയുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഖുർആനിന്റെ പരിഭാഷ ഇറക്കിയ വ്യക്തിയെ പറ്റി പറഞ്ഞു, കാഫിറും മുർത്തദ്ദുമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഫത്വകൾ ഇന്നും നാട്ടിലുണ്ട്. അതൊക്കെ അവിടെ എഴുതി വെച്ചപ്പോഴും മറുഭാഗത്ത് പുതിയ പുതിയ പരിഭാഷകൾ തിരൂരങ്ങാടി ബുക്സ്റ്റാൾ ഇറക്കുന്നു, ചന്തപ്പടി ബുക്സ്റ്റാൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല കാര്യം തന്നെ, അങ്ങ് നടക്കട്ടെ, വായിക്കണം. ഇത് കേൾക്കാതെ പോയാൽ, ഇത് പഠിക്കാതെ പോയാലുള്ള ഗൗരവം അറിയുന്നത് കൊണ്ടാണ്. മാത്രമല്ല, എത്രയോ ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്, അവരോട് പറയാണ്, നിങ്ങൾ ഈ ഖുർആനിലുള്ളതൊന്ന് അനുസരിക്ക്, ഇത് നമ്മുടെ അള്ളാഹു സംസാരിച്ച കലാമാണ്. നിങ്ങൾ മുത്ത് ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഈ സുന്നത്തുകളൊന്ന് മനസ്സിലാക്ക്. ഹദീസിൽ ഇങ്ങനെയാണ്, പ്രമാണങ്ങളിൽ ഇങ്ങനെയാണ്, കിതാബിൽ ഇങ്ങനെയാണ്. പക്ഷേ നാട്ടിലുള്ളത് മതി, ഏട്ടിലുള്ളത് ഞങ്ങൾക്ക് വേണ്ട. നാട്ടിലിപ്പോ എന്തൊക്കെ നടക്കണ്, ഞങ്ങൾ അതൊക്കെ ചെയ്യും, അത് ഞങ്ങൾ പണ്ട് മുതലേ കാലങ്ങളായി പോരുന്നതാണ്. ഖുർആൻ പറയാണ്, ഈ സ്വഭാവക്കാരെ കുറ്റം പറയുന്നുണ്ട്, ഇവരെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത, അവരെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നാളെ പരലോകത്ത് വന്നുകൊണ്ട്
ചില ആളുകൾ വിലപിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. വഖാലൂ, അവര് പറയാൻ തുടങ്ങി, റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വകുബറാനാ ഫഅളല്ലൂന സബീലാ. എത്ര മനോഹരമാണ് ആ ശൈലി. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? വിശുദ്ധ ഖുർആനിന്റെ അഹ്സാബ് സൂറത്തിന്റെ 67-ാമത്തെ ആയത്ത് അവര് പറയാൻ തുടങ്ങും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ അത്അനാ സാദതനാ, ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോ ആരെയാ അനുസരിച്ചത്? ഖുർആൻ അല്ലായിരുന്നു, ഹദീസ് അല്ലായിരുന്നു, ഇജ്മാഉം ഖിയാസും ഒന്നും അല്ലായിരുന്നു. ഇന്നാ അത്അനാ, ഞങ്ങൾ അനുസരിച്ചു, സാദതനാ, ഞങ്ങളെ നേതാക്കന്മാരെന്ത് പറഞ്ഞോ തൊണ്ട കൂടാതെ ശിരസാ വഹിച്ച് എതിർ സംസാരല്ല, വേറെ ചോദ്യമല്ല. ഇത് ഹദീസിലുണ്ടോ ചോദിക്കൂല, ഇത് ഖുർആനാണോ ചോദിക്കൂല, എന്ത് പറഞ്ഞാലും ഞങ്ങൾ അങ്ങ് അനുസരിക്കും. ഞങ്ങളുടെ നാട്ടിലുള്ള മുതിർന്ന കാരണവന്മാരൊക്കെ പ്രഖ്യാപിക്കും എന്തെങ്കിലും ഒരു തീരുമാനം, ഞങ്ങൾ അതങ്ങ് അനുസരിക്കും. അവസാനം ഈ സാദാത്യങ്ങളും ഈ കുബറാക്കന്മാരും ഞങ്ങളെ വഴി പിഴപ്പിച്ചു പടച്ചോനെ. അവിടുന്ന് ബോധ്യപ്പെട്ടു, ഇവിടുന്ന് മനസ്സിലായില്ല. ഇവിടുന്ന് ഇവരൊക്കെ പറഞ്ഞു ഇത് പുത്തൻവാദിയാണ്, അതോടുകൂടി ഇനി ഒന്നും കേൾക്കൂല. അല്ലെങ്കിൽ പറയും തീവ്രവാദിയാണ്. പിന്നെ കുറെ പറഞ്ഞു നോക്കി, ഇവര് ISIS ആണ്, ഇവര് ഭീകരവാദിയാണ്, കുറെ എന്തൊക്കെയോ പറഞ്ഞു നോക്കി, ഒന്നും യേശണില്ല, ക്ലിക്കാകണില്ല, മുന്നോട്ട് പോണില്ല. സഹോദരങ്ങളെ, നമ്മൾ എന്ത് പുതിയതാ പറഞ്ഞത്? ഈ ഖുർആനിലുള്ള ആയത്തിലാ നമ്മൾ വിശദീകരിച്ച്. ഞാൻ ഇന്ന് അങ്ങനെ വിചാരിക്കുന്നു, വേറെ പുറത്തേക്കൊന്നും പോകണില്ല, നമുക്ക് പ്രമാണങ്ങളിൽ ഇങ്ങനെ ഇതെന്താ മനസ്സിലാകാൻ താമസം. ആർക്കും ഏത് പരിഭാഷ എടുത്ത് വായിക്കാം. ആയത്ത് നമ്പർ, സൂറ നമ്പർ, ഹദീസ് നമ്പർ ഒക്കെ അങ്ങനെ പറഞ്ഞു പോരാ. ഏതെങ്കിലും മനുഷ്യന് ഏതെങ്കിലും കാലത്ത് തുറന്നു നോക്കണമെന്നുണ്ടെങ്കിൽ തുറക്കാം. വിശുദ്ധ ഖുർആനാ പറയുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, തഫ്സീറിൽ കാണാം, ഇവര് അവിടെ വെച്ചുകൊണ്ട് പറയുന്നത് ഇന്നാ അതഅനാ റുഅസാഅനാ വകുബറാ അഖ്വാമിനാ, നാട്ടിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെ, മുതിർന്ന പൗരന്മാരെ ഞങ്ങൾ അങ്ങ് അനുസരിച്ചു. ഒരു ദീനാണോ ഇസ്ലാമാണോ എന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല. ഫഅദല്ലൂനാ അനിസ്സിറാത്തുൽ മുസ്തഖീം, നൈസായി അവർ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീം എന്നങ്ങ് വഴിതെറ്റിച്ചു, നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. അവരൊരു ദീൻ അങ്ങ് ഉണ്ടാക്കി, അവരങ്ങ് നടപ്പിലാക്കി. അവർക്ക് ചില പ്രത്യേക ദിക്റുകളുണ്ട്, അവർക്ക് കുത്തറാത്തീബുണ്ട്, അവർക്ക് ഹദ്ദാദുണ്ട്, അവർക്ക് ഇസ്ലാമിലില്ലാത്ത പല ചടങ്ങുകളുണ്ട്. ഞങ്ങളതെല്ലാം ഏറ്റെടുത്തു നടന്നു. യൗമൽ ഖിയാമത്തി തുഖല്ലബു വുജൂഹഹും ഫീ നാരി ജഹന്നം. തഫ്സീറിൽ പറയാ, അവരെ നരകത്തിൽ മുഖം കുത്തി കമിഴ്ത്തി മലിച്ചിടുന്ന രംഗമുണ്ട്. യഖൂലൂന മിൻ ശിദ്ദത്തി തഹസ്സുർ, നഷ്ടം കാരണം വിലപിച്ച് കരഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ, റസൂലിന്റെ സുന്നത്ത് അനുസരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ ഒരിക്കലും വീഴൂലായിരുന്നു. അപ്പോഴത്തേക്ക് ചാൻസ് കഴിഞ്ഞു. ഇനി അവർ പറഞ്ഞ അടുത്ത വാക്കെന്തറിയോ? ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ വകുപ്പില്ല. ഇവിടെ നാട്ടിൽ ഭക്ഷണം കൊടുത്തു, വരസംഖ്യ കൊടുത്തു, കാറ് വേണമെന്ന് പറയുമ്പോൾ കാറ് കൊടുത്തു, വസ്ത്രം കൊടുത്തു, പെരുന്നാളിന് എല്ലാ സൗകര്യം, വീട് പറയുമ്പോൾ വീട് വെച്ചു കൊടുത്തു, കല്യാണന്റെ മകളെന്ന് പറയുമ്പോൾ അത് നടത്തി കൊടുത്തു, എല്ലാ സ്നേഹ വായ്പകളും കൊടുത്തു. നരകത്തിന്റെ മുമ്പിലെത്തിയിട്ട് ഇവരൊക്കെ ഞങ്ങളെ പിഴപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലായപ്പോ തൊട്ടടുത്ത ആയത്തിൽ അവർ പറയാണ്, റബ്ബനാ ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്, പടച്ചവനെ ഈ വിഭാഗം ആളുകൾക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം. ഞങ്ങൾ പോയതാണ് കുഴപ്പമില്ല, പക്ഷെ ഇവര് ഞങ്ങളെ പിഴപ്പിച്ചതാണ്, ഇവർക്ക് ഞങ്ങളെക്കാൾ കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപത്തിന് ഇവരെ ഇരയാക്കണം അല്ലാഹ്. അവിടെ വെച്ച് നടക്കുന്ന രംഗം വഹീന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിൽ പഠിപ്പിച്ചെന്നു. വേറെ ചില ആൾക്കാരുണ്ട്, സംഭവങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, എനിക്കും ആ വീഡിയോ ഞാനും കണ്ടിരുന്നു, ആ പ്രസംഗമൊക്കെ ഞാനും കേട്ടിരുന്നു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ ചെങ്ങായിമാരൊന്നും ഇതിൽപ്പെട്ട ആൾക്കാരല്ല, എൻ്റെ കൂട്ടുകാരന്മാർക്കൊന്നും അത് ഇഷ്ടമല്ല, എൻ്റെ കൂട്ടുകാരന്മാർക്കൊന്നും ആ പള്ളി പോണത് താല്പര്യമല്ല. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അവരെ കുറിച്ചും പറയുന്നുണ്ട്. ചില മനുഷ്യരുണ്ട് പരലോകത്ത് വന്നുകൊണ്ട് അവർ പറയുന്ന വാക്ക്
അല്ലാ, ദുനിയാവിൽ എന്തൊരു ചാൻസ് കിട്ടിയവരാണ് ഞങ്ങൾ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര സുഖത്തിലാകുമായിരുന്നു. യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. സൂറത്തുൽ ഫുർഖാനിന്റെ 28-ാമത്തെ ആയത്ത് ഒന്ന് വായിച്ചു നോക്കിക്കോ. അവര് പറയാണ് യാ വൈലതാ, ഞങ്ങളുടെ നാശമേ. അല്ലാത്തൊരു വാക്കാണത്. കഷ്ടമേ, ഞങ്ങളുടെ നാശമേ. ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്ന ചങ്ങാതിയെ ഒരു കൂട്ടുകാരനായി ഞാൻ സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇവൻ പറയുന്നത് കേട്ട്, ഇവൻക്ക് ഇഷ്ടല്ല എന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാൻ ഈ ദീനിന്റെ നിയമങ്ങളെ മാറ്റിവെച്ചല്ലോ പടച്ചോനെ, ഞാൻ ഇവനെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം എന്താ? ആ ലോകത്തത് പറയാനുള്ള കാരണമുണ്ട്. തഫ്സീറിൽ കാണാം, അവർ നാശത്തിനും അതുപോലെ തന്നെ ഖേദത്തിനും വിളിക്കാനുള്ള കാരണം മിൻ ശിദ്ദത്തിൻ നദമി, ഭയങ്കര ഖേദമുണ്ട് അവർക്ക്. സ്വർഗം പോയതിൽ അവർ ഭയങ്കര ഖേദത്തിലാണ്. യഖൂലു യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ അല്ലദീ അളല്ലനീ ഫിദ്ദുനിയാ, ദുനിയാവിൽ എന്നെ പഴപ്പിച്ചവനായ കൂട്ടുകാരൻ പള്ളിയിൽ പോകുമ്പോ ഇത് വലിയ മുത്തക്കിയാകാൻ നിൽക്കണ്ട, തടഞ്ഞു. സിഗരറ്റ് വലിക്കാത്തവനെ, ഇന്ന് ഏത് ആൺകുട്ടിയാ വലിക്കാത്തത്, ഇതൊന്ന് വലിച്ചോ. ലഹരി ഉപയോഗിക്കാത്തവനെ, ഇടച്ചങ്ങാതി ഇതൊന്ന് മണത്ത് നോക്കിയാ മതി, ഈ വലിയ ഉപയോഗമൊന്നും വേണ്ട, ഇടക്കിടക്കൊന്ന് വെച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യത്തിലും തിരികെ അവനെ നന്മയിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് തെറ്റിലേക്ക് കൊണ്ടുപോയവനെ പറ്റി പറയാണ് സ്വദീഖം ഖലീലൻ ലീ. ദുനിയാവിൽ എൻ്റെ ചങ്കായിരുന്നു, എൻ്റെ കൂട്ടുകാരനായിരുന്നു. വൽ മുറാദു ബിഫുലാൻ കുല്ലു മൻ അദല്ല ഗൈറഹു വസറഫഹു അനി ത്വരീഖിൽ ഹഖി. ഹഖെന്ന് വഴിതെറ്റിച്ച ഏത് കൂട്ടുകാരനുണ്ടോ അവരെ എല്ലാവരെയും ബാധകമാണ് ഈ ആയത്തുകൾ. എന്നിട്ട് മാലിക് ബിൻ ദീനാർ റഹിമഹുല്ല, ചരിത്രം നമുക്കെല്ലാം അറിയാം. മാലിക് ബിൻ ദീനാറിനെ കേരളക്കാർക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ചരിത്രമാണല്ലോ. അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ഈ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ, ഇന്നക ഇൻ തൻകുലുൽ ഹിജാറത മഅൽ അബ്റാർ, നീ നല്ല മനുഷ്യന്മാരുടെ കൂടെ കല്ലുകളാണ് വഹിക്കുന്നതെങ്കിൽ പോലും, നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എങ്കിൽ പോലും, ഖൈറുൻ ലക മിൻ അക്ലിൽ ഹൽവാ മഅൽ ഫുജ്ജാർ, ഫുജാരിങ്ങളായ തോന്നിവാസികളായ ആളുകളുടെ കൂടെ ഇരുന്ന് ഹൽവ കഴിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് മാന്യന്മാരായ പുണ്യവാളന്മാരായ ആളുകളുടെ കൂടെ ഒരു ഭാരമേറിയ കല്ല് ചുമക്കലാണ്. എന്നാലും പരലോകത്ത് പോയിട്ട് ഈ കരയേണ്ടി വരൂല. നാട്ടിൽ നല്ല കുറ്റപ്പെടുത്തലുണ്ടാവും, മഹല്ല് ബഹിഷ്കരിക്കും. കല്യാണ വീട്ടിൽ രണ്ട് ചെമ്പ് ചോറ് വെച്ചിട്ട് കൊണ്ടുപോയി തട്ടിക്കളഞ്ഞ മുജാഹിദ് കുടുംബങ്ങളുണ്ട്. എന്തേ? മഹല്ലിൽ നിന്നൊരു ഉത്തരവിറക്കി, ഒരു മനുഷ്യനും പോകാൻ പാടില്ല. അത് തലേ ദിവസം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ 2 ചെമ്പ് ഭക്ഷണം വെക്കേണ്ടിയില്ലായിരുന്നു. എന്തിന്റെ പേരിലാണ്? ഇവര് പുത്തൻവാദികളാണ്, പിഴച്ചവരാണ്, ഖുർആൻ ഇല്ലാത്തവരാണ്, സ്വലാത്ത് ഇല്ലാത്തവരാണ്, നബില്ലാത്തവരാണ്, പരലോകമില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് അതിന്റെ പിന്നാലെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെയാ സംസാരിക്കുന്നത്, തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഇതുവരെയും പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തന്നെയാണ്, തഫ്സീറുകളാണ്, ഹദീസുകളാണ്. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഏറ്റവും വേദനയേറിയ ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്തയുണ്ട്. ചില ആൾക്കാർക്ക് അവർക്ക് സന്തോഷ വാർത്ത എന്താ? ഭയങ്കരമായ ശിക്ഷയുണ്ട്. ഫബശ്ശിരുഹും ബിഅദാബിൻ അലീം, വേദനിക്കുന്ന ശിക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്ത അറിഞ്ഞോളും. ഒരു പരിഹാസമാണത്, ഒരു പരിഹാസമാണ്. വേദനിക്കുന്ന ശിക്ഷ ഉണ്ട്, നിങ്ങൾ സന്തോഷിച്ചോളിയും. ആർക്കാണത്? യാ അയ്യുഹല്ലദീന ആമനൂ. തഫ്സീറുണ്ടോ? വായിച്ചു നോക്കിക്കോ. പരിഭാഷ വീട്ടിലുണ്ടോ? തുറന്നു നോക്കിക്കോ. വിശുദ്ധ ഖുർആനാ പഠിപ്പിക്കുന്നത്. സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ
അല്ലയോ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ ചിന്തിക്കണം. ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ, തീർച്ചയായും ഉറപ്പായും ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിൽ നിന്ന്, പാതിരിമാരിൽ നിന്ന്, പുരോഹിതന്മാരിൽ നിന്ന് ധാരാളം ആളുകൾ, കസീർ എന്ന വാക്കെന്താ അർത്ഥം? ധാരാളം ആളുകൾ, കുറേ ആളുകൾ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരായിരിക്കും. പണ്ഡിതന്മാരിൽ, പുരോഹിതന്മാരിൽ ധാരാളം ആളുകൾ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരായിരിക്കും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ മുഴുവൻ വഴിതെറ്റിക്കുന്നവരാകും ഭൂരിഭാഗം ആളുകൾ. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله, വെള്ളിയും സ്വർണവും കൂട്ടിണ്ടാക്കും, അത് അല്ലാഹുവിന്റെ മാർഗത്തിലൊന്നും കൊടുക്കാത്തവരെ നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് നരകമുണ്ട്. ഖുർആനാ. ജനങ്ങളെ സത്യദീനിൽ നിന്ന് വഴിപിഴപ്പിക്കുന്നവർ, ജനങ്ങളുടെ സമ്പത്തിനെ അന്യായമായി ചൂഷണം ചെയ്യുന്ന ആളുകൾ, ഇതെല്ലാം ഇന്ന് സമൂഹത്തിന്റെ മുമ്പിലെ നേർക്കാഴ്ചകളായി നമ്മൾ കാണുകയാണ്. നമ്മൾ എന്താ ചെയ്യാ? അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ജാറദർഗുണ്ടാക്കുന്ന വിഷയത്തിൽ, ജുമാ പരിഭാഷന്റെ വിഷയത്തിൽ, കുനൂത്തിന്റെ വിഷയത്തിൽ, നാട്ടിലെ മരണാനന്തര ചടങ്ങിന്റെ വിഷയത്തിൽ എന്ത് പ്രശ്നമുണ്ടോ, ഇത് ഇസ്ലാമാണ്. ദീനിന്റെ പ്രത്യേകത എന്താ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇത് പടച്ചോന്റെ മതമാണ്, ഇതിൽ പരിഹാരം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ശരിയാണ് എന്ന് പറയാൻ കഴിയൂല, എല്ലാം മോശമാണെന്ന് പറയാൻ കഴിയൂല. വഇൻ തനാസഅതും ഫീ ശൈഇ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഈ കാര്യത്തിൽ അല്ലാഹ് എന്താ പറഞ്ഞത്? അപ്പോൾ എവിടേക്ക് പോകണം? ഖുർആനിലേക്ക് പോകണം. റസൂൽ എന്താ പറഞ്ഞത്? അതിലേക്ക് പോകണം, സുന്നത്തിലേക്ക് പോകണം, അതിലേക്ക് നമ്മൾ പോണം. അതിൽ പറഞ്ഞ ഒരു നിയമം ഇത്രയും കാലം ഞാൻ ചെയ്തത് ശരിയല്ലല്ലോ എന്ന് തോന്നിയാലോ, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കൽപ്പന പറഞ്ഞിട്ട് സത്യവിശ്വാസികളുടെ മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ട് വേറെ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ നുവല്ലിഹി മാ തവല്ല, തിരിക്കേണ്ട ഇടത്തേക്ക് അല്ലാഹു അങ്ങ് തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവസാനം നരകത്തിൽ അവൻ വെന്തെരിയുന്നതാണ്. ഈ നിയമം നമ്മൾ പാലിക്കാൻ തുടങ്ങിയാൽ ഈ നാട്ടിൽ എന്ത് സുഖം ആലോചിക്കും. ഈ നാട്ടിലത്തെ എല്ലാ മനുഷ്യന്മാരും പ്രമാണം നോക്കിയിട്ട് ഖുർആനിൽ എന്ത് പറഞ്ഞു, ഹദീസിൽ എന്ത് പറഞ്ഞു നോക്കിയ ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു? ഭാര്യ വീട്ടുകാരെന്ത് ചെയ്യുന്നു? ഞാൻ ഇങ്ങനെ ആയാൽ എൻ്റെ ഉമ്മ എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ആയാൽ എൻ്റെ ചങ്ങായി എന്ത് വിചാരിക്കും എന്നൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാണ് ഖുർആനിൽ പറഞ്ഞത്, ഇതാണ് ഹദീസിൽ പറഞ്ഞത്, ഇതാണ് ഞങ്ങൾ മുറുകെ പിടിക്കണം. കാരണം എന്താ? മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഇതാ വിട്ടേച്ച് ഞാൻ പോവാണ്. ഇതുപോലെ എന്റെ കാലം കഴിഞ്ഞ് ഇനി വഹി വരൂല, ഇനി ഒരു ജിബ്രീലിന്റെ ഒരു ആയത്ത് ഇനി പന്നിപ്പാറയിലുള്ള ലോകത്ത് എവിടെയും വരൂല, ഇനി ജിബ്രീൽ വരൂല, ഇനി വഹി വരൂല, ഒരു പുതിയ ഖുർആൻ വരൂല, പുതിയ ഒരു നബി വരൂല. ഇനി എന്താ ചെയ്യാ? തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഇവിടെ വിട്ടേച്ച് പോവാണ്. അത് രണ്ടും മുറുകെ പിടിച്ചാൽ അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പഴക്കൂല. നിങ്ങൾ ആര് പഴപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് പഴക്കൂല. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, ഏതാ രണ്ടെണ്ണം? മാലക്കിതാബല്ല, പാളക്കിതാബല്ല, പക്ഷിപ്പാട്ടല്ല, നഫീസത്ത് മാലയല്ല, മുടിവെള്ളമല്ല, തുപ്യവെള്ളമല്ല. രണ്ട് കാര്യങ്ങളാ പരിഹാരം. കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ്, വസുന്നത റസൂലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകൾ,
അത് പിടിച്ചാ പിന്നെ ഒരു പ്രശ്നവും ഒരു വിശ്വാസിക്ക് വരൂല. അതിൽ ഖുർആൻ മാത്രം ആലോചിച്ച് നോക്കി നിങ്ങൾ. ഖുർആനിനെ കുറിച്ച് 50 പേര് പറഞ്ഞു. പഠിക്കണം നമ്മൾ. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ഇത്ഖാൻ എന്ന് പറയുന്ന കിതാബിൽ പറയാണ് ഖുർആനിൽ 50 പേര് പറഞ്ഞിട്ടുണ്ട്. ഹുദാ സന്മാർഗമാണ്, ഷിഫാ ഔഷധമാണ്, അൽ കിതാബ് വേദഗ്രന്ഥമാണ്, ദിക്ർ ഉത്ബോധനമാണ്. ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു ഈ ഖുർആൻ സത്യവും അസത്യവും വേർതിരിക്കുന്ന വിവേചന ഗ്രന്ഥമാണ്. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, തന്റെ അടിമയുടെ മേൽ സത്യാസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥം ഇറക്കിയവൻ എത്ര അനുഗ്രഹീതനാണ്. ഈ ഖുർആൻ ബറക്കത്തിന്റെ ഗ്രന്ഥാണ്. നമ്മൾ എത്ര പേജ് ഒരു ദിവസം ഖുർആൻ ഓതണോ അത്ര നമുക്ക് ബർക്കത്താണ്. ആൾക്കാർ ബർക്കത്ത് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ ചരട് കെട്ടി വെക്കുന്നു, ഏലസ് കെട്ടി വെക്കണു, അപ്പുറത്തും ഇപ്പുറത്തും കുറെ കൊണ്ടുപോയി കുഴിച്ചിട്ട് വെക്കുന്നു, കുറെ എന്തൊക്കെയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബർക്കത്തിന്റെ ഏറ്റവും വലിയ ഹുദം മുബാറകുൽ ലിന്നാസ്, ഈ ഖുർആൻ ബർക്കത്താണ്. ജനങ്ങളെ, നമുക്ക് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ ബർക്കത്ത് വേണോ, വിശുദ്ധ ഖുർആൻ എത്ര ഓതണോ അതിനനുസരിച്ചുള്ള ബർക്കത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനാരും റെഡിയല്ല. ആൾക്കാർക്ക് പോം വഴി എളുപ്പവഴിയാ വേണ്ടത്. ഇതൊക്കെ റിസ്ക് ഉള്ള കാര്യല്ലേ. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത് ഇത് വിടണ്ട. ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, മനുഷ്യനെ ഏറ്റവും നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇനി എനിക്ക് പറയാനില്ല, ഈ ബേസ് എടുത്ത് പോയാൽ നമുക്ക് പല കാര്യങ്ങളെയും ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ വെട്ടി തുറന്ന് സംസാരിക്കാൻ പറ്റും. ഒരു പ്രസ്ഥാനം എന്ന നിലക്കോ ഏതെങ്കിലും 4 ആളുകൾ എന്ന നിലക്കോ മാത്രമല്ല, ഒരു ഖുർആനിനെ തുറന്നു വായിക്കുന്ന ഒരു പഠിതാവിന് ഒരു ബിരുദവും ആവശ്യമില്ല. ധൈര്യസമേതം ചോദിക്കാൻ പറ്റുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഫാത്തിഹ സൂറത്ത് പഠിക്കണ ഓതണ നമ്മൾക്ക് എന്തുകൊണ്ട് ചോദിച്ചൂടാ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. എന്തുകൊണ്ടാ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പഠിക്കരുതെന്ന് പണ്ട് കാലത്ത് പറഞ്ഞതറിയോ? അത് പഠിച്ച മുമ്പിൽ ആളുണ്ടാവില്ല. നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ, നിന്നോട് മാത്രമേ ഞങ്ങളുടെ ആരാധനകൾ അഖിലവും തരികയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് പ്രതിജ്ഞ ചെയ്തവരാണ് നമ്മൾ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആരാ ലോകം നിയന്ത്രിക്കുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, സർവം നിയന്താവായ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത ആകാശഭൂമികളുടെ ഉടമയായ അല്ലാഹുവാണ് ആരാധ്യൻ. ഇത് വിശ്വസിക്കുന്ന പറയുന്ന ഒരു മനുഷ്യന് ലോകം നിയന്ത്രിക്കുന്നത് 35 കൊല്ലം മുമ്പ് മറവു ചെയ്യപ്പെട്ട മരണപ്പെട്ട ചിറ്റടിമേറ്റൽ അബൂബക്കർ എന്നൊരു മനുഷ്യനാണ് ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ ഒരു യഥാർത്ഥ മുഅ്മിനിന് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ പറയാൻ കഴിയില്ല. ഇത് പറഞ്ഞിട്ട്, ഇത് പ്രസംഗിച്ചിട്ട് നാട്ടിലാകെ നമ്മൾ ഇതൊക്കെ സംസാര വിഷയമാക്കിയിട്ട് ഒരു മഹലിൽ നിന്ന് എഴുന്നേറ്റ് ചോദിക്കാൻ പോലും ആളുകളില്ല. ഇത് ശരിയല്ലല്ലോ. ആരാ ചോദിക്കുക? ആരാ പറയാനുള്ളത്? അതൊക്കെ ഔലിയാക്കന്മാരാണ്, മഹാന്മാരാണെന്ന പേരിൽ ഖുർആൻ അതാ പറയുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സർവ്വലോകത്തിന്റെയും ആധിപത്യം മുഴുവൻ അള്ളാഹുവിന്റെ കൈകളിലാണെന്ന് സൂറത്തുൽ മുൽക്ക് പഠിപ്പിക്കുന്നു. എന്നിട്ടും ആളുകൾ പറയാണ് CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്. നമ്മുടെ എവിടെയൊക്കെ പ്രഭാഷണം നടത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കയിലെ ചരിത്രം വായിച്ചു നോക്കിയോ? മക്കയുടെ തെരുവോരങ്ങളിലൂടെ, അങ്ങാടികളിലൂടെ, ഉഖാദയിലെ, മജന്നയിലെ, ദുൽമജാസ് കൂടെ ഇറങ്ങി നടന്നിട്ട് ഒരു മനുഷ്യൻ ഒറ്റക്ക് നടന്നിട്ട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, പടച്ചവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം. ലാത്ത, ഉസ്സ, മനാത്ത ദൈവങ്ങളല്ല, ആരാധ്യ വസ്തുക്കളല്ല. തൊട്ട ബാക്കിൽ ഒരാൾ മറുപടി പ്രസംഗത്തിന് വരും, അബൂ ലഹബ്. എന്നിട്ട് പറയും, ആ മുന്നേ പോണ മനുഷ്യണ്ടല്ലോ, അയാൾ പറഞ്ഞത് ഫുള്ള് തെറ്റാട്ടോ, അതൊന്നും വിശ്വസിക്കണ്ട, അയാൾ കളവ് പറയാട്ടോ. ഇവിടെ ആരെ പണിയാ നമ്മൾ ചെയ്യണ ആലോചിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അബുൽ ഖാസിമിന്റെ പണിയാണോ, അബൂ ലഹബ് എന്ന ശാപം കിട്ടിയ ആളുടെ പണിയാണോ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ച് നോക്ക്.
അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്. അള്ളാഹ്ക്ക് തുല്യനായി ആളില്ല. ഖുർആൻ പഠിപ്പിച്ചില്ലേ, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. പക്ഷേ കേരളത്തിലൂടെ സംസാരിക്കുന്ന ആളുകൾ പറയുന്നു CM-ന് തുല്യനായി ലോകത്തൊരാളുമില്ല. ഇതൊരു നബിയല്ല, ഒരു സ്വഹാബിയല്ല, ഒരു താബിയല്ല, ഒരു മദ്ഹബിന്റെ ഇമാമല്ല. കോഴിക്കോട് ജില്ലയിലെ ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന മടവൂർ പ്രദേശം, ഞാൻ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആ സ്ഥലത്തിന്റെ 2 കിലോമീറ്റർ ഇപ്പുറത്ത് പ്രസംഗിക്കാൻ പോയത്. അവിടുത്തെ നാട്ടുകാർ പറയുന്ന ഓരോ കഥകളുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കൊക്കെ ഇവിടുന്ന് കേട്ട വാർത്തയിൽ അവരൊക്കെ അനുഭവസ്ഥരായ ആളുകൾ പറയാ. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ആ മനുഷ്യന്റെ ജീവചരിത്രം. നമ്മൾ ആരും മോശമാക്കി പറയണ്ട. തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, നമസ്കരിക്കാറില്ലായിരുന്നു, കുളിക്കാറില്ലായിരുന്നു. ഇനി പോരെ, ഇതൊരു മനുഷ്യന് ഔലിയ പട്ടം കൊടുക്കുകയാണോ വേണ്ടത്, ദറജ കുറക്കാണോ വേണ്ടത്? എന്നിട്ടൊരാൾ പറയാ, വൈലത്തൂര് തങ്ങൾ പറയുകയാണ്, നമ്മുടെ ജില്ലക്കാരനാണല്ലോ വൈലത്തൂരുകാരൻ, തിരൂരുകാരൻ. തങ്ങൾ പറയാണ്, ഒരിക്കൽ CM പറഞ്ഞു, മിൻ ഇബ്തിദാഇ വുജൂദിൽ ആലമി അൽആന മിസ്ലീനഹി, മോനെ എനിക്ക് തുല്യമായി ഒരാളില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവരങ്ങോട്ട് പറയാണ്, സ്വപ്നം കണ്ടതും പറയും. അവിടെ മറ്റേ ആചാര്യ ഇങ്ങനെ പറഞ്ഞു, നാളെ ഇങ്ങനെ പോയപ്പോൾ ആചാര്യ മകന്റെ മകൻ ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾ കേട്ടു. ഇങ്ങനെ ഇവർക്ക് മാത്രം ഒരു പുതിയ സംഭവങ്ങൾ ഇറങ്ങിയിട്ട് പറയാ, എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ? എനിക്ക് തുല്യനായി ലോകത്തൊരാളും ഇല്ല. അപ്പൊ അല്ലാഹു വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ള ആയത്ത് തെറ്റായി. പ്രശ്നമില്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, നിങ്ങൾ അല്ലാഹ്ക്ക് സമന്മാരുണ്ടാക്കരുത്, അല്ലാഹ്ക്ക് തുല്യനായി വേറെ ഒരാളെ ഉണ്ടാക്കരുത്, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത്. എന്നാൽ നിങ്ങൾ കേട്ടു നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ, എന്ത് ആവശ്യങ്ങളുണ്ടോ, എന്ത് പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾ CM-നോട് പറഞ്ഞാ മതി. നമ്മളെന്താ പറയാ, പടച്ചോനോട് പറഞ്ഞാൽ മതി. സമാനമായി ഇപ്പുറത്ത് CM ഇതാ ഒരു സക്കാഫിന്റെ പ്രസംഗം കേട്ടോ. പ്രസംഗം അങ്ങനെ മലയാളത്തിൽ വായിച്ചു തരാം. ഉള്ളിന്റെ ഉള്ളിലിരുന്ന് വേദനയോടെ CM-നെ വിളിച്ച് കരഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും, പരിഹാരമുണ്ടാകും. നേരിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ ഒരാളെ അയച്ചേക്കാം. അനുഭവിക്കും മുഅ്മിനുകളെ, ചെയ്തു നോക്ക്. നീ CM-നെ സ്നേഹിക്കും, സഹോദരി നീ CM-നെ സ്നേഹിക്ക്, ഏത് വിഷയത്തിനും പരിഹാരം ഉണ്ടാകും. അപ്പൊ എന്ത് സങ്കടങ്ങളുണ്ടോ നിങ്ങൾ അല്ലാഹ് പറയേണ്ട ആവശ്യമില്ല, CM എന്ന് പറഞ്ഞാൽ മതി. ഖുർആൻ ചോദിച്ചു, ആർക്ക് പറ്റും? ഏത് പ്രയാസങ്ങളും നിങ്ങൾക്ക് വന്ന നീക്കിത്തരാൻ ആർക്ക് പറ്റുന്നു? ഖുർആൻ. ഇവിടെ ആൾക്കാർ പറഞ്ഞു CM-ന് പറ്റും. അള്ളാഹ്ക്ക് അങ്ങോട്ട് വെല്ലുവിളി മറുപടി ഉണ്ടായി കൊടുക്കുക. ഖുർആനിന്റെ സൂറത്തുൻ നംല് 62-ാമത്തെ ആയത്ത്, പൊന്നാനി മഖ്ദൂമി തങ്ങളുടെ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ, KVM പന്താവൂരിന്റെ ഏതെങ്കിലും ഒരു പരിഭാഷ തുറന്ന് വായിച്ചു നോക്ക്. അമ്മൈ യുജീബുൽ മുദ്തറ ഇദാ ദആ, പ്രയാസപ്പെട്ട ദുരിതം ബാധിച്ച ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആരുണ്ടടാ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ? വയക്ഷിഫുസൂ, പ്രയാസം മാറ്റാൻ ആരുണ്ട്? വയജഅലുകും ഖുലഫാ അൽ അർളി ഇലാഹും മഅല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ വേറെ ഇലാഹുകൾ ഉണ്ടാക്കുകയാണോ? അല്ലാഹ് ചോദിക്കുകയാണ്, നിങ്ങൾ വേറെ ആൾക്കാരതിന് പകരം കൊണ്ടുവരാണോ? ഇങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ, എല്ലാം പറയുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയേറ്റ ഒരു ഉമ്മാന്റെ ചരിത്രം പറയുന്നുണ്ട്. ആള് മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുപോണതിന്റെ മുമ്പ് ആൾക്കാർ വിളിച്ചു, CM ഞങ്ങളൊന്ന് വരണം, ആള് മരിച്ചിരിക്കണു. നമ്മളാണെങ്കിൽ പിന്നെ വേഗം ഒന്നും ആലോചിക്കാൻ, മരിച്ചു എന്നുള്ള റിപ്പോർട്ട് കിട്ടിയ പിന്നെ വേഗം കൊണ്ടുപോകില്ലേ? CM ഓടി വന്നു. ആ ജനാസയുടെ മേലെ 70 അടി അടിച്ചു. പതുക്കെ ശ്വാസം കിട്ടാൻ തുടങ്ങി. CM ഒരു ഇല്ലി നാരങ്ങ എടുത്ത്, ഓറഞ്ച് എടുത്ത് വായിലേക്ക് ഒറ്റിച്ചു കൊടുത്തു. ഡിസ്ചാർജായി. ആള് മരിച്ച ആള് ഡിസ്ചാർജായി വീട്ടിക്ക് പോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായാലേ അവിടെ രേഖകളുണ്ടാവും. അത് എന്ത് ചെറിയ സാധനമാണെങ്കിലും അവിടെ രേഖകളുണ്ടാവും. ഇനി വേണ്ട, BBC ന്യൂസിൽ വരൂലേ, മരിച്ച് പാമ്പ് കടിയേറ്റ് മരിച്ച ആള് ജീവിച്ച് നടന്നുപോയി എന്ന് പറഞ്ഞാൽ അത് വാർത്ത വരൂലേ? നിങ്ങൾ ഏതെങ്കിലും വാർത്ത കേട്ടിട്ടുണ്ടോ? അന്ന് മനോരമ ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസും ഒക്കെ അന്ന് ലോകത്തുണ്ടായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ചാനൽ വാർത്തയിൽ കണ്ടിക്കണോ? കാണൂല. കേട്ടില്ല? എമ്മാതിരി വർത്താനങ്ങളെ പറയും. 3 അല്ലെ ഡയാലിസിസ് ചെയ്യുന്ന ആളോട് ഇനി നിങ്ങൾക്ക് ഡയാലിസിസ് ഒന്നും വേണ്ടേന്ന് പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ആൾക്ക് സുഖമില്ലാതായിട്ട് വേഗം ആശുപത്രിക്ക് ഓടിക്കുന്നു.
പക്ഷെ ബാക്കിയുള്ളവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ വേഗം മാറ്റിക്കൊടുക്കും. ഈ ആദി ഇപ്പോഴും ഞാൻ ആദ്യം ഓതി വെച്ചില്ലേ, ചില മനുഷ്യന്മാരുണ്ട്, കൽബൊക്കെ ഉണ്ട്, നല്ല ആണുങ്ങളമാര് സുന്ദരക്കുട്ടന്മാരെങ്ങനെ നടക്കുന്നുണ്ടാവും, ചിന്തിക്കൂലട്ടോ. അതൊക്കെ വേറെ ആൾക്കാർക്ക് പൈസ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ മാസം മാസം വരിസംഖ്യ കൊടുത്തിട്ട് ഓല് ചിന്തിക്കും, നമ്മൾ ഇങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളൊക്കെ അനുസരിക്കാൻ സന്നദ്ധരാണ്. അത് ദീനിനെതിരാണോ ഇസ്ലാമിനെതിരാണോ അതൊന്നും വിഷയമല്ല, കാര്യമല്ല. അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ആയത്തുകൾ എത്ര വ്യക്തമാണ്. എന്നിട്ട് ഔലിയാക്കന്മാരുടെ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് പണ്ടൊരു കാലഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ അവരൊക്കെ വിളിക്കുന്നത് ശരി തന്നെയാണ്, പക്ഷെ അതൊന്നും ദുആയല്ല, പ്രാർത്ഥനയല്ല, ഞങ്ങൾ അവരെ വിളിക്കുന്നത് ഇസ്തിഗാസയാണ്, ഞങ്ങൾ തവസ്സുലാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല. പണ്ട് 10 കൊല്ലം മുമ്പ്. ഇപ്പൊ 2-3 കൊല്ലമായിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ നോളേജ് സിറ്റിക്ക് ഒരുപാട് നേരം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ കയറി നടന്നു ഒന്ന് നമ്പർ കിട്ടാൻ. അവസാനം ഞങ്ങള് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് നമ്പർ കിട്ടി. പ്രാർത്ഥിച്ചപ്പോൾ എന്നാ പറഞ്ഞേ, നിങ്ങളെ ക്ലിപ്പ് കേട്ടില്ലേ? പ്രാർത്ഥിച്ചപ്പോൾ എന്നാ പറഞ്ഞേ. വേറെ ആളുണ്ടല്ലോ, സലാത്ത് നഗറിലെ മഹാനായ പണ്ഡിതൻ, പേരിൽ ബുഖാരിയൊക്കെ ഉള്ള മനുഷ്യണ്ടല്ലോ, മനസ്സിലാൻ വേണ്ടി പേര് പറയാണ്. അദ്ദേഹം ഹജ്ജിന് പോയല്ലോ. ഹജ്ജിന് എന്തിനാ പോണത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇത് ചൊല്ലാനാ പോണത് കേട്ടോ. പോകുന്ന വഴിയിൽ കപ്പൽ ഇങ്ങനെ കയറി യാത്ര പോയപ്പോ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. കടലിന്റെ നടുവിലാണ്, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അപ്പൊ എന്താ ചെയ്തത്? കടലിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ബദരീകളെ, ഞങ്ങളല്ലാതെ ആരാ രക്ഷിക്കാനുള്ളത് എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കടൽ ശാന്തമായി, കപ്പൽ രക്ഷപ്പെട്ടു. അപ്പൊ എന്താ അർത്ഥം? എല്ലാവരും പ്രയാസം വരുമ്പോ ബദരീങ്ങളെ എന്ന് വിളിച്ചോളി. ഈ ആദി മനുഷ്യന്മാര് ഇന്ന് പണ്ഡിതരായി, പുരോഹിത വർഗമായി ഇന്ന് ലോകത്ത് ഇങ്ങനെ സ്ഥാനമാരോഹണം ചെയ്ത് നടക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബദരീങ്ങൾ അവരുടെ പ്രയാസം വന്നപ്പോ ആരോടാ പ്രാർത്ഥിച്ചത്? കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ഖുർആൻ പറയാ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ബദരീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ, ബദറിൽ വെച്ചുകൊണ്ട് നേതാവാര റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു ഉത്തരം നൽകി. എന്തിനാണ് അവര് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പ്രമുഖരായ ബദരീങ്ങളുടെ ചരിത്രം വായിക്കുന്നിടത്ത് കാണാം, അവരുടെ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തി, അള്ളാഹു ഉത്തരം കൊടുത്തു. ഇവരൊക്കെ, ഈ മഹാന്മാരൊക്കെ, നിങ്ങൾ ആരെ ചരിത്രം വായിച്ചു നോക്കി, അമ്പിയാക്കന്മാര് മുഴുവൻ പ്രാർത്ഥിച്ചു, അല്ലാഹ് റബ്ബനാ റബ്ബി. ഔലിയാക്കന്മാർ പ്രമുഖരായ ബദരീങ്ങൾ, ഉഹദീങ്ങൾ ആരോട് പ്രാർത്ഥിച്ചത്? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വായിച്ചു നോക്കി. അസ്ഹാബുൽ കഹ്ഫ് ഔലിയാക്കന്മാരല്ലേ? റബ്ബനാ അതിനാ മിൻ ലദുൻക റഹ്മ. ഇത്രയൊക്കെ അല്ലാഹുവോട് പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ്? വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് നേർ വിപരീതമായതാ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാരെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇലാ ഹളറത്തി വിളിച്ചൊരു പ്രാർത്ഥനയുണ്ടോ? നിങ്ങൾ കാണിക്കേ, ഉണ്ടെങ്കിൽ അത് കാണിക്കേ. എവിടെയാണ് ഖുർആനിൽ എവിടെയെങ്കിലും ഇലാ ഹളറത്തി പറഞ്ഞൊരു ഹളറത്താക്കിയ പ്രാർത്ഥന ഉണ്ടോ? നൂഹ് നബിന്റെ പ്രാർത്ഥന ഉണ്ട്, ഇലാ ഹളറത്തി ആദം നബി എന്നുണ്ടോ നോക്കി. യൂനുസ് നബിന്റെ പ്രാർത്ഥന ഉണ്ട്, ഇലാ ഹളറത്തി നൂഹ് നബി എന്നുണ്ടോ നോക്കി. മൂസാ നബിന്റെ ദുആയുണ്ട്, ഇലാ ഹളറത്തി നൂഹ് നബി ഉണ്ടോ നോക്കി. ഇല്ല. ഇനി ഏതെങ്കിലും ഒരു നബി ഹക്ക് ജാഹ് ബർക്കത്ത് വെച്ച് പ്രാർത്ഥിച്ച ഹദീസ് ഉണ്ടോ? ആയത്തുണ്ടോ? തുറന്ന കാണില്ല, നമ്മളെല്ലാരും വീട്ടിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പ്രാർത്ഥന പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിൽ ഏറ്റവും മാതൃകയായ പ്രവാചകന്മാര് ആരുടെയെങ്കിലും ഹക്ക് ജാഹ് ബർക്കത്തോണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല.
പിന്നെന്താ അവർക്ക് പ്രാർത്ഥിച്ചത്? ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. യാക്കൂബ് നബി യൂസുഫ് നബിനെ കാണാതെ കരഞ്ഞു പ്രാർത്ഥിച്ചത്, റബ്ബേ എന്റെ ആവലാതി വേവലാതി സങ്കടങ്ങൾ നിന്നിലേക്ക് നീട്ടുകയാണ്. അവര് ദർഗ തേടി നടക്കല്ല, അവരേതെങ്കിലും മുടിയിട്ട വെള്ളമുണ്ടോ നോക്കി നടക്കല്ല, അവര് പടച്ചവനിലേക്ക് തവക്കുലാക്കി നടക്കായിരുന്നു. ഇനി മാത്രാണോ? അള്ളാഹുവിന്റെ പ്രവാചകരോട്, അവസാനത്തെ പ്രവാചകരോട് പറഞ്ഞു, കുൽ നബിയെ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല. സുബ്ഹാനല്ലാഹ്, ഈ ആയത്തൊക്കെ ഇവിടെ കിടക്കട്ടോ. എന്നിട്ട് ചിലര് പറയാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. അപ്പൊ ഖുർആന് ഇബ്ലീസിന്റെ പ്രമേയം പ്രസംഗിച്ച് ഇബ്ലീസിന്റെ പ്രമേയമാണ്, അങ്ങനെ പറയാൻ പാടില്ല. വേറെ ഒരാൾ പറഞ്ഞു അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അമ്പലക്കട ഉസ്താദിന്റെ പ്രസംഗത്തിലുണ്ട്, അള്ളാഹു വല്ലാത്ത മഹാന്മാരോട് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചാൽ ബെൻസ് കാറിൽ പോണ പോലെയാണ്, അത് വേഗം ഉത്തരം കിട്ടും. അള്ളാഹുവിനോട് മാത്രം നേരിട്ട് പ്രാർത്ഥിച്ചാൽ KSRTCയിൽ പോണ പോലെയാണ്. മനസ്സിലായല്ലോ? ഇനി സാധാരണക്കാർക്ക് മനസ്സിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, മനസ്സിലാക്കാതെ പോകരുതെന്ന് വിചാരിച്ചത് കറക്റ്റ് ഉദാഹരണ സഹിതം പഠിപ്പിച്ചു. ഇനി മാത്രമാണോ, ഇവരുടെ കിതാബുകൾ മുഴുവൻ നിങ്ങൾ തുറന്നു നോക്കിക്കോ. പുതിയതായി രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന 400 കൊല്ലം പഴക്കമുള്ള ഖുതുബിയ്യത്ത് അല്ലെങ്കിൽ മൗലൂദുകൾ വായിച്ചു നോക്ക്. 300 കൊല്ലം പഴക്കമുള്ള മുഹിയുദ്ദീൻ മാല. ഈ മുഹിയുദ്ദീൻ മാലയിൽ അടക്കം എന്താ പറയുന്നത്? ഏത് നിലത്തുനിന്നും എന്നെ വിളിച്ചാൽ വായ്കൂടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ. അല്ലേ? വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകാന്ന് അള്ളാഹ് പോലും പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ പവറാണ് മുഹിയുദ്ദീൻ മാലയിൽ കള്ളന്മാരി എഴുതിണ്ടാക്കിയിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാൻ പറയണത്. പിന്നെ നമ്മളെ വിഷമം വേവലാതിക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖ് അറിയോ? അറിയും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാ ഞാൻ നിങ്ങളുടെ കൽവകമെന്നോവർ. തെളിഞ്ഞങ്ങോട്ട് കാണും. അതുകൊണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു മടിയും വേണ്ട. അതിനു വേണ്ടി ഷെയ്ഖിനെ പറ്റി എന്ത് നുണ എഴുതാൻ പറ്റുമോ? 400 കൊല്ലം മാത്രം പഴക്കമുള്ള, മഹാന്മാരായ സ്വഹാബത്തറിയാത്ത, ഇമാമീങ്ങൾക്ക് പരിചയമില്ലാത്ത മുഹിയുദ്ദീൻ മാലയിൽ എഴുതി വച്ചിരിക്കുന്നു. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വായിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പി കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി, നബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞിട്ട് 100 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് ജനിക്കുന്നത്. എങ്ങനെയൊക്കെ തുപ്പല്, എന്തും പറയാ. കാണാം പുസ്തകത്തിൽ സമ്പൂർണ്ണ മുഹിയുദ്ദീൻ മാലയുടെ വ്യാഖ്യാനത്തിൽ മുസ്തഫൽ ഫൈസി 416 പേജിലാണ്. ഭേദം വിളങ്ങി ഫാറവാൻ മടിച്ചാരേ, ഭേദാംബർ അവർ വായിൽ തുഫി കൊടുത്തോവർ. തുഫി കൊടുത്തവർ ഓവറാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കാൻ വരരുത്, ഓവറാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓവറാണ് സംഭവം. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അവരുടെ വായിലേക്ക് പ്രസംഗിക്കാൻ സമയത്ത്, പ്രയാസം ഉണ്ടായ സമയത്ത് നബിതങ്ങൾ വന്ന് തുപ്പി കൊടുത്തിട്ടുണ്ട്. ഇനി അള്ളാന്റെ പേരിലുണ്ട് കേട്ടോ. അവണ്ണം അല്ലാഹ് പാടച്ചവൻ താൻ തന്നെ, യാ ഗൗസുൽ അഅ്ലമെന്ന് അല്ലാഹ് വിളിച്ചോവർ. ഒരു സമയത്ത് അള്ളാഹ് മുഹീദ്ദീൻ ഷെയ്ഖിനെ യാ ഗൗസുൽ അഅ്ലം എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഖുർആനിൽ വരൂലേ? അള്ളാഹ് പറഞ്ഞ ഖുർആനിൽ വരൂലേ? ഖുദ്സിയായ ഹദീസിൽ വരൂലേ? ഇതൊന്നുമില്ല. ഈ സാധുക്കൾ പള്ളിയിൽ ഇരുന്നിട്ട് റബീഉൽ ആഖിർ വന്നപ്പോ കൊണ്ടാടിയ പുസ്തകമാണിത്. എല്ലാം വായിക്കുന്നില്ല. ഈ നാട്ടിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഇതര മതസ്ഥരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത 40 തവണ ജനാപത്തുണ്ടായി എന്ന് പറഞ്ഞ കഥ പറയണ്ടേ? നമുക്കുണ്ടായ നമ്മൾ പറയൂ? എന്നിട്ട് വേറൊരു മനുഷ്യനെ പറ്റിയിട്ട്, ഒരു മഹാനായ മനുഷ്യനെ പറ്റിയിട്ട് പുസ്തകം എഴുതിയിട്ട് പാട്ടും പാടി നടക്കണം. 40 വട്ടം രാക്കുളി കുളിച്ചോവർ എന്നൊക്കെ പറയാ. ശരിക്കും അദ്ദേഹത്തിനെ അപമാനിക്കുന്ന കിതാബാണ് മുഹയ്യിദ്ദീൻ മാല. പുണ്യം കിട്ടുന്ന ഒരാളും വിചാരിക്കരുത്. ഇനി ഏതെങ്കിലും വീടുകളിൽ ഖുതുബിയ്യത്ത് നടത്തുന്നുണ്ടോ? ഞാൻ പറഞ്ഞിടത്തേക്ക് മടക്കണം, ഖുർആനിലേക്ക് മടക്കി, ഹദീസിലേക്ക് മടക്കി. ഇതെന്താ പറയുന്നത്? ഇതിലെന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഖുതുബിയ്യത്തുകാരൻ അത് ചെയ്യണമെങ്കിൽ ചില അദബ് പറയുന്നുണ്ട്, ചില ചിട്ടവട്ടങ്ങളുണ്ട്, ചില പദ്യങ്ങളുണ്ട്. 12 റക്അത്ത് നിസ്കരിക്കണം. എന്തിന്? ഖുർആൻ ഓതാനല്ല, ഖുതുബിയ്യത്ത് ഓതാന്.
കുത്തുബിയത്ത് ഓതണമെങ്കിൽ 12 റക്അത്ത് നിസ്കരിക്കണം. ഓതുണ്ടാക്കി നിസ്കരിച്ച് ഭക്തി പുരസ്സരം താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് യാ ഗൗസ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 1000 തവണ വിളിക്കണം. വിളിച്ചാൽ ശൈഖ് ഉത്തരം നൽകുന്നതാണ്. മുഹ്യിദ്ദീൻ ഖുത്ബിയത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കണേ, പരിഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ പടച്ച റബ്ബിനോട് തഹജ്ജുദ് നമസ്കരിച്ച് അല്ലെങ്കിൽ ഓരോ സുന്നത്തായോ ഫർളായ നമസ്കാരങ്ങളോടും അനുബന്ധമായ പ്രാർത്ഥനകളിലുമൊക്കെ നമ്മുടെ സങ്കടങ്ങൾ പടച്ചോനെ റബ്ബേ എന്ന് പറയാൻ മടിക്കുന്ന മനുഷ്യരെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദയനീയമായ കേരളത്തിലെ കാഴ്ചയെ നമ്മൾ കാണുന്നത്. ഇതൊക്കെ പള്ളിയിൽ നിന്ന് തോന്നിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഇതിനു വേണ്ടി മനുഷ്യരെ പഠിപ്പിക്കാൻ ഇത്തരത്തിൽ റിഫായിമാല മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പറ്റി എന്തൊക്കെ കറാമത്തുകൾ എഴുതിണ്ടാക്കിയോ അതൊക്കെ വെറും ബഡായിയാണ്. യഥാർത്ഥത്തിൽ അതിനേക്കാൾ കഴിവുണ്ട് റിഫായി ഷെയ്ഖിന് എന്ന് പറയാനാണ് റിഫായിമാല ഉണ്ടാക്കിയ ആള് ഒക്കെ മേലക്കെറ്റി പറയും. മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറയുന്നത്, എനിക്ക് കുറെ വിവരങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഏഴാനാകാശത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ റിഫായി ഷെയ്ഖ് പറയുന്നു, നിങ്ങൾക്ക് ഏഴാനാകാശമല്ലേ, എനിക്ക് ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. വലിയ രണ്ടാളും തമ്മിൽ മത്സരമാണ്. ഒരിക്കൽ മുഹ്യിദ്ദീൻ ഷെയ്ഖ് തവാഫിന് പോയ സമയത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മുമ്പിലേക്ക് കഅബ തവാഫ് ചെയ്തെന്നോവർ ഇങ്ങനെ നിന്നോടുത്തു. കഅബ വന്ന് ഇങ്ങനെ തവാഫ് ചെയ്തു. അപ്പൊ റിഫായി മാലക്കാരൻ പറയാണ്, അതൊക്കെ എന്ത്, നമ്മളെ തൈനേക്കാൾ വലുതുണ്ട്. മുന്നം തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികൾ ഇമ്പീതി വേണ്ടൊന്ന് ചൊന്നോവർ. ഉന്നം തുടിമുട്ടി റിഫായി ഷെയ്ഖ് തവാഫ് ചെയ്യാൻ പോയപ്പോ മക്കാര് പറഞ്ഞത് പറ്റൂല, തടുക്കണം പറഞ്ഞു. ഇതെന്ത് ശബ്ദം കോലാഹലൊക്കെ ഉണ്ടാക്കിയിട്ട് ദേഷ്യം പിടിച്ച് മതിലുമ്മ ആ ശബ്ദം ഉണ്ടാക്കിയ യന്ത്രങ്ങളും സാധനമൊക്കെ ഒരു മതിലുമ്മ കൊളത്തിട്ടിട്ട് പറഞ്ഞു, ഞാൻ തവാഫ് ചെയ്യൂല, വേണമെങ്കിൽ എന്നെ തവാഫ് ചെയ്യണം കഅബ. ഇളകി തുളുമ്പുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. കഅബ കടന്ന് ഇളകാൻ തുടങ്ങി. പോയിട്ടുണ്ടല്ലോ നമ്മളൊക്കെ. കഅബ കടന്ന് ഇളകാൻ തുടങ്ങി. മേലെന്ന് അല്ല വിളിച്ചുത്ര, റിഫായി എന്നെ പ്രയാസപ്പെടുത്തല്ലേ, ഒന്ന് ഒതുങ്ങണം. ഇതില്ലാന്ന് പറയും. ഇങ്ങനെ അതിലില്ല, അത് വെറുതെ പറയാണെന്നുണ്ടെങ്കിൽ പറയും. പേജ് നമ്പർ തരാ, പുസ്തകം തരാ. നമ്മുടെ 333 വകയിലുണ്ട്, 4444 വകയിലുണ്ട്. അല്ല വിളിച്ചിട്ട് ഒരു മനുഷ്യനോട് പറയാണ്, ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. പടച്ചോൻ വിളിച്ചിട്ട് കേണപേക്ഷിച്ചു പ്രശ്നം ഉണ്ടാക്കല്ലേ, പരിഹാരം ഉണ്ടാക്കുക. അപ്പൊ എന്താ ഇതൊക്കെ മദ്ഹാണ് എന്നാ പറയുന്നത്. ഇതെന്ത് മദ്ഹ? ഷിയാക്കൾ മൗലിദ് ഉണ്ടാക്കി, ഫാത്തിമ മൗലിദ്. അല്ലാഹു തആല വ തആല വ തആല അല്ലാഹു തആല ബിറിളാ ഫാത്തിമ ബീവി. അല്ലാഹു ഉന്നതനാണ്, അല്ലാഹു ഉന്നതനാണ്, അല്ലാഹു ഉന്നതനാണ്. എപ്പോ? ഫാത്തിമ ബീവിയുടെ തൃപ്തി കൊണ്ട്. ഷിയാക്കൾക്ക് വേണ്ട എന്താ? ഫാത്തിമ ബീവിനെ പൊക്കണം, ബാക്കിയുള്ളവരൊക്കെ താഴ്ത്തണം. അപ്പൊ എന്തു പറഞ്ഞു? അള്ളാഹു ഉന്നതനാണ്, ഫാത്തിമ ബീവിന്റെ തൃപ്തി കൊണ്ട്. ഞാൻ എല്ലാത്തും പോണില്ല, ഞാൻ ചുരുക്കി ഒറ്റ വാക്ക് പറയാം. പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ നാട്ടിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങൾ പരിശോധിച്ച മുഹയ്യിദ്ദീൻ മാല 300 കൊല്ലം 400 കൊല്ലം, ഖുത്ബിയത്ത് 300 കൊല്ലം, ബുർദ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? 700 കൊല്ലം പഴക്കമുള്ള ഇമാം ബൂസിൽ ഉണ്ടാക്കിയതാണ്. കുറെ കള്ളക്കഥകൾ കുത്തി നിറച്ചിട്ടുണ്ട്. നാരിയ സ്വലാത്ത് 700 കൊല്ലം പഴക്കമുള്ളതാണ്. ഇബ്രാഹിം നാസി ഉണ്ടാക്കിയ മൊറോക്കക്കാരൻ ഉണ്ടാക്കിയതാണ്. സ്വലാത്ത് വാർഷികം 35 കൊല്ലായിട്ടുള്ളൂ. കമാലിയ സ്വലാത്ത് 10-20 കൊല്ലായിട്ടുള്ളൂ. മജ്ലിസുന്നൂർ മഹദറത്തുൽ ബദരിയ 10-17 കൊല്ലായിട്ടുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാമിലെ മുഴുവൻ ഇബാദത്തുകളും 1400 കൊല്ലം പഴക്കണ്ട്. അതുകൊണ്ട് ഈ പുതിയ ഗ്രന്ഥങ്ങൾ തൽക്കാലം നിങ്ങളൊന്നങ്ങ് മാറ്റിവെക്ക്. 14 നൂറ്റാണ്ട് മുമ്പുള്ള പഴയ ഗ്രന്ഥത്തിലേക്ക് വരൂ. നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് പുത്തൻവാദമാണ്. എന്താ സംശയം? ഒരു സംശയമില്ല. ഇനി അതിന്റെ മറ്റൊരു ഭാഗം കൂടെ പറയാം. അല്ലാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങളുടെ കയ്യിൽ നിന്ന് സമ്പത്ത് അന്യായമായി തിന്നാനുള്ള വഴി ഉണ്ടാക്കി. അതിനെന്താ വഴി? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്റാ,
അവരുടെ കാലഘട്ടത്തിൽ അതാ 5 മഹാന്മാരുടെ മരണസ്ഥലങ്ങളെ അവർ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി ശവകുടീരങ്ങൾ കെട്ടിയുണ്ടാക്കി ആ ബഹുമാനിച്ച് ആദരിച്ച് പിന്നീട് ആരാധനയിലേക്ക് കയറി വന്നു. നൂഹ് നബി അവരോട് തൗഹീദ് പറഞ്ഞു, പാടില്ല. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ, അല്ലാഹ് പുറത്തു തരും, അല്ലാഹ് സമ്പത്ത് തരും, അറിവ് തരും, വെള്ളം തരും, മക്കളെ തരും. അന്ന് തുടങ്ങിയിട്ടുണ്ട് സംസാരം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പാനോടും ചോദിച്ചു, വാപ്പാ വിഗ്രഹങ്ങൾ എന്തിനാ? യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈആ. കാണാത്ത കേൾക്കാത്ത ഉപകാര ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാ വാപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? കറക്റ്റ് കൊടുത്ത നാട്ടിൽ ചോദിച്ചു നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അഫറഅയ്തുമുല്ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖറാ അലകുമുദ് ദകറു വലഹുൽ ഉൻസാ. ആ പേരുകൾ സൂചിപ്പിച്ച പോലെ ലാത്തയും ഉസ്സയും മനാത്തയും അടക്കമുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ല മനുഷ്യന്മാരായ ഹാജിമാർക്കും ഉംറക്കും വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, വെള്ളം വിതരണം ചെയ്യുന്ന സാധുക്കളായ നല്ല മനുഷ്യന്മാരായിരുന്നു. കാലം കഴിഞ്ഞപ്പോ മക്കക്കാര് അവരെ ആരാധിച്ച് ബഹുമാനിച്ച് പൂജിക്കാൻ തുടങ്ങി. നബി തങ്ങൾ അവർക്കെതിരെ സംസാരിച്ചു. ഇതന്നല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞു, ലാ തജ്അൽ ഖബരി ഈദാ. എന്റെ ഖബറിനെ ഒരു ഉത്സവ സ്ഥലമാക്കി മാറ്റരുത്. നബി തങ്ങളുടെ ഖബർ ഒരു ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി എന്റെ ഖബറിനെ മാറ്റരുത്. കാരണം എന്താ? കാരണം ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ. യഹൂദികളെയും നസാറാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി. സാധാരണക്കാരന്റെ അല്ല, അമ്പിയാക്കന്മാരുടെ ഖബറുകളെ മസാജിദുകളാക്കിയതിന്റെ പേരിലാണ് ലഅനത്തുണ്ടായത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ശറഹുൽ മുഹദ്ദബ് എന്ന മദ്ഹബിന്റെ ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ 5-ാം വാള്യം 311 പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു മര്യാദയുണ്ട്. അൽ മുസ്തഹബ്ബു ഫീ സിയാറത്തിൽ ഖുബൂരി അൻ യഖിഫ മുസ്തദ്ബിറൽ ഖിബ്ലതി മുസ്തഖ്ബിലൻ വജ്ഹൽ മയ്യിതി യുസല്ലിമു. മയ്യിത്തിന് നേരെ സലാം പറയുന്നു. വലാ യംസഹുൽ ഖബറ. ആ ഖബർ തലോടേണ്ടതില്ല. വലാ യുഖബ്ബിലുഹു. ഖബർ ചുംബിക്കാൻ പാടില്ല. വലാ യംസഹു. അത് പ്രത്യേകമായി തടവി നോക്കണ്ട. ഫഇന്ന ദാലിക ആദത്തുൻ നസാറാ. ഷാഫി മദ്ഹബിലെ കിതാബ പറയണത് ഇതൊക്കെ നസാറാക്കളുടെ ചര്യയാണ്. ലിഅന്നഹു ഖദ് സഹ. ഹദീസിൽ സ്വഹീഹായി വന്നിട്ടുണ്ട് അന്നഹയു അൻ തഅദീമിൽ ഖുബൂരി വലിഅന്നഹു ഇദാ ലം യുസ്തഹബ് ഇസ്തിലാമർ റുക്ബതൈൻ. ശറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി തങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. ഖബറുമായി ബന്ധപ്പെട്ട ഒട്ടനേകം മര്യാദകൾ മദ്ഹബിന്റെ കിതാബുകളിലൊക്കെ പഠിപ്പിച്ചു. അതൊക്കെ തുറന്ന് വായിച്ചു നോക്കിയാൽ കൃത്യമായി തെളിയും. സഹോദരങ്ങളെ, ഒരു പ്രവാചകന്റെ ഖബർ ആരാധനയുടെ കേന്ദ്രമാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മുടെ നാട്ടിലും പരിസരത്തും കൂണുപോലെ മുളച്ചു പൊന്തിയ ദർഗയുടെ ഉള്ളിൽ ആരാ കിടക്കണത്? ആരാണ്? നബിയാണോ? സ്വഹാബിയാണോ? അവര് പറയുന്നുണ്ട്, ഒരു പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട് മർക്കാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. മുനമ്പത്ത് ബീവി ആരാ? ഊരും പേരും അറിയൂല, എന്നിട്ടും പോയി പൈസ കൊടുക്കുന്നുണ്ട്, എന്നിട്ടും പോയി ചന്ദനത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് ഭക്തി പുരസ്സരം എണീറ്റ് പോരുന്നുണ്ട്. പേരറിയൂല, നാടറിയൂല, ഭയങ്കര ഫേമസ് ആണ്. ആ ജനാസ് അന്ന് ഡെഡ് ബോഡി 2 എണ്ണം ഒരു കടലിൽ നിന്ന് ഓരി താഴെ അടിഞ്ഞു വന്നതാ. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ചങ്ങരംകുളത്തെ SI ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ പോയി ചോദിച്ചാൽ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരും എന്താണ് സംഭവം ഉണ്ടായത്. മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് പോലും അറിയാത്ത ആളുകളെയാണ് ഇന്ന് കേരളത്തിൽ ദർഗകൾ ഉണ്ടാക്കി ആരാധിക്കുന്നത്.
കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ആരാ മരണപ്പെട്ടത്? ദാമോദരൻ. മാതൃഭൂമിയിൽ വന്നില്ലേ, മനോരമയിൽ വന്നില്ലേ? ഓച്ചിറയിലെ ദാമോദരൻ യാത്രയായി, ഓർമ്മയായി. അങ്ങാടിയിലെ കുപ്പസ്വാമി എന്ന് വിളിക്കുന്ന അവിടെയുള്ള വഴിയോരങ്ങളിൽ ഉണ്ടായിരുന്ന അച്ചാറ് തോണ്ടി തിന്നിരുന്ന, ശരിക്കും വസ്ത്രമൊന്നും ധരിക്കാത്തൊരു മാനസിക പ്രയാസമുള്ള ആളായിരുന്നു. അങ്ങനെ വിട്ടാ മതി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോ കേരളത്തിലെ തലമുതിർന്ന വലിയൊരു നേതാവ് വന്നിട്ട് പറഞ്ഞു, ഇത് ദാമോദരനല്ല. മരിക്കുന്നതിന് ശേഷമാണ് ഫേമസ് ആകുക. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഇത് ദാമോദരനല്ല, അത് ഞങ്ങളാളാണ്, അമ്മന്റെ ആളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തരണം. അങ്ങനെ കബർ വേണ്ടത് ഞങ്ങൾക്കാണ്. വേഗം അവിടെ റെഡിയാക്കി, പച്ച പുതപ്പിച്ചു, സിമന്റ് ഒക്കെ ഇട്ട് തേച്ചു, 2 വലിയ പെട്ടി വെച്ചു. പെട്ടില്ലാതെ നടക്കൂ? പെട്ടില്ലാതെ കബറില്ല, കബറില്ലാതെ പെട്ടിയില്ല. രണ്ടും കൂടി ഒരിക്കലും ഇനി പ്രയാസ വിടൂല. ഭയങ്കര സയാമീസ് ഇരട്ടളമായിരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിച്ചാ അസുഖം വരും, ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് പോകണം. ദർഗയും പെട്ടിയും ഒരുമിച്ച് ഇങ്ങനെ പോകണം. രണ്ടിലൊന്ന് പൊട്ടിക്കാൻ പാടില്ല. ഹൈവേന്റെ റോഡ് വികസനം നടക്കുകയാണ്. പള്ളി പൊളിച്ചാലും കുഴപ്പമില്ല, സർക്കാരേ ദർഗ പൊളിക്കരുത്. എത്ര സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട് പരാതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭം നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. ഓച്ചിറയിലെ ദർഗയുമായി ബന്ധപ്പെട്ട് ഇതാരാന്ന് ചോദിക്കുമ്പോ പറയാണ്, ഇത് ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പേരാണ് മാറ്റി, എന്നിട്ട് പുതിയ ആളെ പേരിട്ട് കൊടുത്തു. ദർഗയും ഉറൂസും നടന്നു. വൈലത്തൂര് തങ്ങളുടെ അടുത്ത് യാഹൂ തങ്ങളുടെ ജാറത്തിൽ 2 ജാറാണ് ഒരാൾക്ക്. 2ഇടത്തും പെട്ടിയും വരുമാനങ്ങളും ഉത്സവങ്ങളും. ഈ അടുത്ത് സംസാരം ഉണ്ടായല്ലോ, യൂട്യൂബിലൊക്കെ കണ്ടില്ലേ? അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞു 175ാമത് ആണ്ട് വരാൻ പോവുകയാണ്, ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, ഞങ്ങളെ പ്രസിദ്ധമായ ഉത്സവമാണ് ഞങ്ങൾക്ക്. കബറിങ് എന്ത് ഉത്സവമാണ്? ഞാൻ പറയാം, കബറിങ് എന്ത് ഉത്സവം നടക്കേണ്ടത്? എന്നിട്ട് എന്തുണ്ടാവും പറഞ്ഞ അദ്ദേഹം മൈക്കിൽ പറയണ, ശിങ്കാരി മേളം ഉണ്ടാകും, ഗജവാദ്യമേളങ്ങൾ ഉണ്ടാകും, ഇപ്രാവശ്യം ഗംഭീരായിരിക്കും. എന്റെ സുഹൃത്തുക്കളെ, ഇത് ആരുടെ ചര്യയാണ്? അന്നസാറാ വൽ യഹൂദ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ പുത്തൻവാദിന്നോ തീവ്രവാദിന്നോ ഗുണ്ടാന്നോ എന്ത് പേര് വിളിച്ചാലും ഇത് ഹക്കാണ്. ഇത് ഇസ്ലാമിന്റെ രേഖയിലുള്ളതാണ്, ഇത് പ്രമാണങ്ങളിലുള്ളതാണ്. ഇത് പറയാതെ മിണ്ടാതെ നടന്നിട്ട് ഒരു സ്നേഹവും സൗഹാർദ്ദവും നടക്കൂല. ഹക്ക് പറയും, എന്നാൽ മാനുഷികമായ എല്ലാ സൗഹാർദ്ദവും സ്നേഹവും ബഹുമാന ആദരവുകൾ എല്ലാവർക്കും ഉണ്ട്. ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ വിഷയത്തിൽ ഒരു പ്രശ്നവുമില്ല. സഹോദരങ്ങളെ, സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയാൻ നമുക്ക് മടി കാണിക്കേണ്ടതില്ല. ഓരോ ജാറദർഗകളുമായി ബന്ധപ്പെട്ട് അതിന്റെ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഭീമാപള്ളി ഉമ്മച്ചി, അവിടെ ഇങ്ങനെ ജാറെങ്ങനെ വരുമാനം ഇങ്ങനെ തകൃതിയായി നടക്കാൻ തുടങ്ങിയപ്പോ നടത്തിപ്പുകാരനായ ലബ്ബ എന്ന് പറയുന്ന മനുഷ്യൻ തീരുമാനിച്ചു, ഈ വരുമാനം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞമ്മക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഞമ്മക്ക് ജാറം വേണം. അദ്ദേഹം തൊട്ടപ്പുറത്തൊരു ജാറം ഒന്നിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെ തിരക്ക് കൂടുതലാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളിയും, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞപ്പോ, വാർത്ത എന്റെ കയ്യില്, മാസം കഴിഞ്ഞപ്പോ അതാ അവിടെ ഉണ്ടായിരുന്ന ആളുടെ ചരിത്രം പറയാണ്. ഈ ലബ്ബ എന്നറിയപ്പെടുന്ന ഈ മനുഷ്യനെ പിന്നീട് കാണുന്നത് കുത്തിക്കൊന്നിരിക്കുകയാണ്. വാർത്ത വായിച്ചര മലയാള മനോരമ ദിനപത്രം 2009 ഭീമാപള്ളിയിലെ ലബ്ബ കുത്തേറ്റ് മരിച്ചു. നേർച്ച സ്വീകരിക്കുന്നതിനിടെ ഭീമാപള്ളിയിലെ ലബ്ബയെ വായിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തി. നാട്ടുകാർ പിടികൂടിയ പ്രതിയെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിൽ എത്തിക്കുന്നത് ഒരു വിഭാഗം തടഞ്ഞത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഇത് അന്നമുട്ടാണ്, പിന്നെ കൊല്ലാതിരിക്കോ? വരുമാനം ബ്ലോക്ക് ആവല്ലേ? ലബ്ബയെ കുത്തിക്കൊന്നു. ജാറം കമ്മിറ്റിയുടെ ചെയർമാനെ മർദ്ദിച്ചു. നമ്മളെ നാട്ടിൽ നിന്നാണ്, പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം കമ്മിറ്റി മെമ്പറും ആശുപത്രി ചെയർമാനുമായ സി അബൂബക്കറെ മർദ്ദനമേറ്റ് ഗുരുവായൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ മാസം 15 ജനറൽ ബോഡി നടന്ന ശേഷം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതിക്കെതിരെ പരാജയപ്പെട്ടവരുടെ പക്ഷത്തുനിന്ന് തുടർച്ചയായി ഭീഷണിയുള്ളതായി പരാതിയുണ്ട്. പൊന്നാനി CI MT ഫ്രാൻസിസ് അന്വേഷണം ആരംഭിച്ചു. കമ്മിറ്റിയിൽ സ്ഥാനം കിട്ടിയില്ല. കഴിഞ്ഞില്ല കഥ. പൈസ കിട്ടുമോ? കമ്മിറ്റിയിൽ സ്ഥാനം പോയപ്പോ പ്രതിപക്ഷത്തിരുന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ എന്ത് ചെയ്തു? മർദ്ദിച്ചു. ഇതാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാമിലെ സ്നേഹ സാഹോദര്യം? അതിന്റെ അപ്പുറത്ത് വായിക്കുന്നുണ്ട്, ഈ ജാറങ്ങളിലുള്ള വരുമാനം കൊണ്ട് എന്തൊക്കെയാണ് നടത്തുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിലൊന്ന് പറയാണ്, ഒരു ജാറം അതിലെ 35% വഖഫ് ബോർഡിന് കൊടുക്കും. ദക്ഷിണേന്ത്യൻ സിയാറത്ത് ഡയറിക്കാരൻ പറയാ, പള്ളിയിലെ ഇമാമിന് ദർഗ വകയാണ് ശമ്പളം. പള്ളിത്തെ
ഇമാമിന് ശമ്പളം, മുമ്പിൽ നിൽക്കണ ഇമാമിന് ബാക്കത്തെ ആൾക്കാരെ വക ശമ്പളം ജാറത്തുനിന്നാണ്. പിന്നെ ആരെങ്കിലും ഇതിനെതിരെ സംസാരിക്കോ? സഹോദരങ്ങളെ, ഏറ്റവും പ്രസിദ്ധരായ സ്വാലിഹീങ്ങളായ അമ്പിയാക്കന്മാരുടെ ഏതെങ്കിലും ഖബറുകൾ ജാറങ്ങളുണ്ടോ? ബദരീങ്ങൾക്ക് ജാറമുണ്ടോ? ഉഹദീങ്ങൾക്ക് ജാറമുണ്ടോ? പ്രിയപ്പെട്ട നമ്മളൊക്കെ മദീനയിൽ പോയതല്ലേ? ബഖീഉൽ ഗർഖദ് 10,000 സ്വഹാബത്തിനെ മറവു ചെയ്ത ബഖീഉൽ ഗർഖദിൽ 2 വെള്ളാര കല്ലുകളല്ലാതെ ഒരു സിമന്റ് കഷ്ണം കൊടുത്തു ഉയർത്തിയിട്ടുണ്ടോ? ഒരു പേരെഴുതി വെച്ചിട്ടുണ്ടോ? അവരെന്താ പ്രശസ്തരല്ലേ? മക്കത്ത് ചെന്നാൽ അവിടുത്തെ മഖ്ബറത്തുൽ മുഅല്ല എന്ന ഖദീജ ബീവിയെ പോലെയുള്ള മഹാന്മാരെ, പ്രസിദ്ധരായ ആളുകൾ മറവു ചെയ്യപ്പെട്ട മക്കയിലെ ഖബർസ്ഥാനിൽ അവിടെ ഒരു പ്രത്യേകമായ ഒരു ചെറിയ പെട്ടി കൊണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല. ഉറൂസ് ഉണ്ടോ? എന്തുകൊണ്ടാ? സൗദിക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണോ? സൗദിക്ക് എന്താ സമയം കിട്ടാഞ്ഞിട്ടാണോ? ഇസ്ലാമിലില്ല. അതുകൊണ്ട് അതവിടെ നടത്താൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്താ കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്യുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ശറഫാക്കപ്പെട്ട മുടിക്ക് ബറക്കത്തുണ്ടല്ലോ, നമുക്കെല്ലാം അറിയാം. പക്ഷേ ആ മുടിയുടെ പേര് പറഞ്ഞ് കൊല്ലങ്ങളും നൂറ്റാണ്ടുകളും കഴിഞ്ഞ് മക്കക്കാർക്കില്ലാത്ത, മദീനക്കാർക്ക് കിട്ടാത്ത ഒരു മുടി കേരളത്തിലെ ഒരു ടീമിന് കിട്ടി. ബോംബെക്കാരനായ ജാലിയൻവാലയിൽ നിന്നാണ് കിട്ടിയതെന്ന് വാർത്തകളിലൊക്കെ വന്നു. അവസാനം പറഞ്ഞു, ഇത് നബിന്റെ മുടി തന്നെയാണ്, ഞങ്ങൾ ഇത് സൂക്ഷിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കാൻ പോകുകയാണ്, മുടിപ്പള്ളി ഉണ്ടാക്കാൻ പോകാൻ. ആയിക്കോട്ടെ, തരക്കടില്ല. പക്ഷേ ഈ വെള്ളത്തിന് പോരിശയുണ്ട്. വെള്ളം നിങ്ങൾക്ക് വേണോ? ഒരു കുപ്പി വെള്ളത്തിന് 25,000 രൂപ. കണ്ടോ? അത്രക്ക് സ്നേഹം ഉണ്ടെങ്കിൽ സമുദായത്തിന് എന്താ കൊടുക്കേണ്ടത്? ഫ്രീ ആയിട്ട് കൊടുക്കണം. കൊടുക്കണില്ല. വെള്ളം വിതരണം നമ്മുടെ നാട്ടിൽ. അപ്പൊ മറ്റേ ടീമും നിങ്ങളെത്തുള്ളത് സനദില്ല, ഒറിജിനൽ അല്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് ഒറിജിനലാണ്, ഞങ്ങൾ തരാം, നിങ്ങൾക്ക് തരാം, ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് മറ്റേ ഹൈപ്പർ മാർക്കറ്റ് ഈ ഡിസ്കൗണ്ട് കൊടുത്തുക. ഞങ്ങൾ ഇതിന് 10,000 രൂപയുള്ളൂ. അപ്പോഴും ഫ്രീ ആയിട്ട് തരൂല. ജനങ്ങളെയൊക്കെ ഒന്ന് പൈസ കിട്ടണം. ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ കേട്ടില്ലേ, ഒരു ഉസ്താദ് സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ചോദിക്കണം, യുവാക്കളെ, നിങ്ങളുടെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി പ്രാർത്ഥന വേണോ? 3,317 രൂപ തന്നാൽ ഇപ്പൊ പ്രാർത്ഥിക്കാം. സാധുക്കൾ ഉമ്മാന്റെയും ബാപ്പാന്റെയും പേര് കേട്ടപ്പോ ഉസ്താദ് എനിക്ക് വേണം, 3,317 കൊടുത്തു. ഇനി ആർക്കെങ്കിലും വേണോ? അപ്പൊ അടുത്ത് ബാക്കുന്ന ഒരാള്, ഉസ്താദ് എനിക്ക് വേണം. ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ 3,317. ഇതൊക്കെ മലയാളത്തിലെ വീഡിയോ യൂട്യൂബ് കിടക്കണില്ലേ? അയാൾ 2 മിനിറ്റ് കൊണ്ട് 44,000 ഉറുപ്പ്യ ഉണ്ടാക്കി. ഇത് നിങ്ങൾ കൊല്ലക്കണക്കിന് ഗൾഫ് പോയിന്നാ കിട്ടുമോ? 2 മിനിറ്റിന്റെ ഉള്ളിലാണ് ഈ പൈസ വരുന്നത്. ഇങ്ങനെ ഏത് പരിപാടികൾ നോക്കിക്കോ, ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക. ഇസ്ലാമിലും ഇസ്ലാമിക അനുഷ്ഠാനം നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യാൻ, പറ്റിക്കാൻ, പോക്കറ്റടിക്കാൻ ഒരു മനുഷ്യന് കഴിയൂല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ സ്വലാത്ത് വാർഷികം ഉണ്ടായില്ല. അത് തട്ടിപ്പാകും. അതിന് പൈസ കൊടുക്കണം. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിന് വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പല സ്വലാത്ത് കമ്മിറ്റികളും പൂട്ടിപ്പോകുന്നു. കമാലിയ സ്വലാത്ത് ഇപ്പൊ നടക്കണില്ല. പോയി നോക്കി, തൃശ്ശൂർ ജില്ലയിലെ കമാലിയ സ്വലാത്ത് നിർത്തിപ്പോയി. എന്താ വാർത്ത? പോയി ചോദിച്ചോക്കി. തട്ടിപ്പ്. എന്താണ്? ഇവിടെ വന്നാൽ എല്ലാ പ്രശ്നങ്ങളും ശരിയാകും, എല്ലാ ദുരിതങ്ങളും മാറും എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്നു. വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പൈസ ഇടുന്നു, ആഭരണങ്ങൾ ഊരിക്കൊടുക്കുന്നു. ഒരു ദിവസം ഒരാൾ കയറി വന്നു, വികലാംഗനായ ഒരു മനുഷ്യനാ കയറി വന്നത്. സദസ്സിലിരുന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലി, സദസ്സിൽ പൈസ കെട്ടുകൊടുത്തു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സദസ്സ് പിരിയുന്ന സമയത്ത് വികലാംഗൻ എഴുന്നേറ്റ് പുതിയാപ്ലേറ്റ് ഉഷാറായി ഓടി പോകാൻ തുടങ്ങി. അപ്പൊ സദസ്സിൽ എല്ലാവരും ആവേശത്തോടെ എഴുന്നേറ്റ് തക്ബീറൊക്കെ ചൊല്ലി. ഇങ്ങോട്ട് വരുമ്പോ വികലാംഗൻ സ്വലാത്ത് കഴിഞ്ഞ് പോകുമ്പോ നല്ല ഉഷാറായിട്ടാ പോണത്. അവസാനം ആൾക്കാർ അന്വേഷിച്ചു എന്താ സംഭവം എന്ന് ആരാന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ കൊല്ലം ജില്ലയിലെ ഒരു നാടക നടനാണ്. 2,000 രൂപ കൊടുത്തിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്നിക്കാണ്. നാട്ടുകാർ പിടിച്ചു. എന്നിട്ട് നാട്ടുകാർ പറഞ്ഞു, നമ്മളൊന്നും പറയേണ്ടി വന്നില്ല. നാട്ടുകാർ പറഞ്ഞു, ഈ സ്വലാത്ത് നമുക്ക് ഇവിടെ വേണ്ട. ഇങ്ങനെ നിങ്ങളെ നാട്ടിലെ അറിവിൻ നിലാവ് എന്നോ ഇനി വേറെ ഏതൊക്കെ പേരാണ്, ആറ്റക്കോയ തങ്ങൾ. ആ നാട്ടുകാർ പറയേണ്ടത് ഇയാൾ തങ്ങളല്ല, ഇയാൾ തങ്ങളല്ല. അവിടെ റാലി നടന്നിക്കണു, ഇയാൾ തങ്ങളല്ല, ഇയാൾ തങ്ങളല്ല. എത്ര മനുഷ്യങ്ങൾ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ യൂട്യൂബ് കഴിയും. എമ്മായിരം ലൈവാ ഓരോരുത്തർ വരുന്നെന്ന് അറിയങ്ങള്. ചാനലിൽ 33,000K 44,000K. ഇവിടെ എന്താ പറയുന്നത്? ഈ ചാനലിൽ നിന്ന് ആരെങ്കിലും ലെഫ്റ്റ് അടിച്ചാൽ സ്വർഗത്തിൽ നിന്നാണ് ലെഫ്റ്റ് ആകുന്നത്. പാവങ്ങൾ ഓണാകാതെ നെറ്റ് പോകാതെ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മര് ഭീഷണിപ്പെടുത്തലാണ്.
അറ്റക്കോയ തങ്ങളോട് ഉസ്താദേ, വീട്ടിൽ ഭയങ്കര പാമ്പ് ശല്യാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പരിഹാരം പരിഹാരം, വീടിന്റെ 4 പുറത്തും നിങ്ങൾ ആണി അടിക്കണം. ആണി അടിക്കുമ്പോ 25 പ്രാവശ്യം യാസീനോദനം. പാമ്പും ആണി യാസീനും തമ്മിൽ എന്താ കണക്ഷൻ കിട്ടണില്ല. അപ്പൊ അടുത്ത ആൾ ലൈവ് ചോദിക്കും, ഉസ്താദേ ഭയങ്കര ഉറുമ്പ് ശല്യമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉറുമ്പ് ശല്യമുണ്ട് വെച്ചെങ്കിൽ 7 പ്രാവശ്യം ഇദ്രീസ് നബിന്റെ പേരിൽ ഫാത്തിഹ ഓതണം. ആരെ? ഇദ്രീസ്. അപ്പൊ അടോ, ഇദ്രീസ് നബിന്റെ പേരിലെ ഫാത്തിഹ, ഇതൊക്കെ ഭയങ്കര കഴിവാട്ടോ. അപ്പൊ അടുത്ത ആൾ ചോദിച്ചു, ഉസ്താദേ പല്ലി ശല്യമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇയാൾ ഇങ്ങനെ ചോദിച്ചു, എന്താ പല്ലി ശല്യത്തിന് എന്താ ചെയ്യാ? ഒന്നും കിട്ടണില്ല. പല്ലിയല്ലേ, അത് വന്നോട്ടെ, അത് പ്രശ്നമാക്കണ്ട. മൂപ്പരങ്ങോട്ട് തീരുമാനിക്കുക എന്താ പറയേണ്ടത്, എന്താ ചെയ്യണം. ഒരു തങ്ങൾ എന്ന പേര് കിട്ടിയാൽ മതി. സഹോദരിമാരെ കരഞ്ഞ് കരഞ്ഞ് ഇരിക്കണ എത്ര ഉമ്മമാരുണ്ട്. ഈ തട്ടിപ്പും വെട്ടിപ്പും തുറന്നു പറയുന്നതിൽ നമുക്ക് എന്തിനാണ് ഭയപ്പെടേണ്ടത്? അള്ളാഹുവിന്റെ സന്ദേശം പറഞ്ഞു, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ല, അള്ളാന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, ഒരാളെയും പേടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വലാ യഖാഫൂന ലൗമത ലായിമിൻ, ഒരാക്ഷേപകന്റെ ആക്ഷേപവും പേടില്ലാതെ നമുക്കിത് പറയാം, കുടുംബത്തിൽ പറയാം, ജനങ്ങളോട് പറയാം, മഹല്ലുകളിൽ പറയാം, പരസ്പരം ഇരുന്ന് സംസാരിക്കാം. സഹോദരങ്ങളെ, ദീന് പഠിക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളൊക്കെ നാട്ടിലുണ്ട്. അത് പലപ്പോഴായി മുടങ്ങാനുള്ള കാരണങ്ങൾ എന്താ? അവർക്ക് ലഭിക്കേണ്ടുന്ന വെള്ളിയാഴ്ചയിലെ ഖുത്ബയുണ്ടല്ലോ, ആ ജുമുഅ ഖുത്ബയിൽ പോലും അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 23 കൊല്ലം ജുമുഅ നടത്തി, ഖുത്ബ നടത്തിയിട്ടുണ്ടല്ലോ പലപ്പോഴായിട്ട്. ഏതെങ്കിലും ഒരു സെന്റൻസ് സ്വഹാബത്തിന് മനസ്സിലാകാത്ത ഭാഷയിൽ ഒരു വെള്ളിയാഴ്ച ഖുത്ബ നടത്തിയിട്ടുണ്ടോ? മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിയാത്ത ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ തിരിയാത്ത ഭാഷ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തേ? അത് അവരുടെ ഭാഷയാണ്, അറബിയാണ്, അവർ അതിലാണ് സംസാരിച്ചത്. അവർക്ക് മനസ്സിലാകുമായിരുന്നു. മനസ്സിലാകണം. ആരാ പറഞ്ഞത്? മഹല്ലി പരിഭാഷ. എവിടെ മഹല്ലി പരിഭാഷ ഉണ്ടാവുക? പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന മഹല്ലി പരിഭാഷയിൽ കാണാം. പള്ളി ദർസിലുള്ളതാണ്. അതുകൊണ്ട് ഇനി വേറെ ആരെങ്കിലും എഴുതിണ്ടാക്കിയെന്ന് പറയില്ലല്ലോ. ആ പുസ്തകത്തെ പരിചയപ്പെടുത്താം. ഷാഫിഈ മദ്ഹബിലെ പ്രധാന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽപ്പെട്ടതും പഴയകാലം മുതൽ തന്നെ പള്ളി ദർസുകളിൽ പഠിപ്പിച്ചു വരുന്നതുമായ ഒരു കിതാബാണ് ഇമാം ജലാലുദ്ദീൻ മഹല്ലിയുടെ കൻസുർ റഗീബീന ബിശറഹി മിൻഹാജി ത്വാലിബീൻ എന്ന മഹല്ലി കിതാബ്. അപ്പൊ ഷാഫിഈ മദ്ഹബിലെ കിതാബാണ്. ഇനി അതിന്റെ പരിഭാഷയിൽ സമസ്തക്കാർ എഴുതി വെക്കുന്നു. 2-ാം വാള്യം 304 കേട്ടോളൂ. മലയാളത്തിലാണ്. അത് മലയാളത്തിലാണ്. ഖുതുബ ചമൽക്കാര പൂർണ്ണവും മാന്യവും അതിന്റെ വാക്കും ആശയങ്ങളും സ്ഫുടവും ആയിരിക്കൽ സുന്നത്താണ്. വ്യക്താവണം, സ്ഫുടാവണം, മാന്യമാവണം. എന്നാൽ മാത്രമേ അത് ഹൃദയങ്ങളിൽ ചെന്നു തറക്കുകയുള്ളൂ. തറക്കണമെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ലളിതവും മടുപ്പിക്കുന്ന കടുകട്ടിയുള്ള പദങ്ങളില്ലാത്തതുമായിരിക്കണം. തിരിയണല്ല, പിന്നെ കടികൊട്ടി ഉണ്ടായിട്ട് എന്താ കാര്യം? എന്നാൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. ഹ്രസ്വമായിരിക്കണം. നീണ്ടുപോയാൽ ശ്രോതാക്കൾക്ക് മടുപ്പ് വരും. ഇത് എല്ലാ പള്ളിയിലും ഖതീബുമാരൊന്ന് വായിച്ചാൽ ശരിയാവും. മഹല്ലി പരിഭാഷയിൽ പള്ളി ദർസിലുള്ള കിതാബാണ്. ഖുതുബ എന്ന് പറഞ്ഞാൽ ഒരു വായനയല്ല, അത് സാന്ദർഭികമായിരിക്കണം. മഹല്ലി പരിഭാഷയിലെ 2-ാം വാള്യം 360-ാമത്തെ പേജ്. ചെറിയ പെരുന്നാളിന്റെ ഖുതുബയിൽ സദസ്യർക്ക് ഫിത്ർ സകാത്തിനെ പറ്റി ഉപദേശിക്കൽ സുന്നത്താണ്. ബലി പെരുന്നാൾ ഖുതുബയിൽ ബലിയറുക്കുന്നതിനെ പറ്റി ഉപദേശിക്കലും, അതായത് അവയുടെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക് അതാത് സന്ദർഭത്തിൽ അവരുടെ ഭാഷയിൽ അവർക്ക് വേണ്ടുന്ന ഹുക്കം കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, നിങ്ങൾ 19 കൊല്ലായല്ലോ ഖുതുബക്ക് പോകാൻ തുടങ്ങിയിട്ട്. നേരത്തെ 11 മണിക്ക് പോയി ഇരിക്കണ്ടല്ലോ. ജോലിക്കാര്, കച്ചവട സ്ഥാപനങ്ങളെല്ലാം പൂട്ടി പോയി എല്ലാവരും പള്ളിയിൽ സമ്മേളിച്ച് നിറഞ്ഞ സദസ്സ്. ചില പള്ളികൾ കാണുമ്പോൾ അസൂയ തോന്നിപ്പോകും. ഒരു ഖുതുബയെങ്കിലും അവിടെ കിട്ടിപ്പോകുമോ? എത്ര ഉയർന്ന 2-3 നിലകളുള്ള AC വൽക്കരിക്കപ്പെട്ട പള്ളികളുണ്ട്. പക്ഷേ ഖുതുബ എന്ന പ്രയോഗത്തിൽ ഒരു മനുഷ്യന് പോലും ഒരു പൊട്ട് തിരിയാത്ത പ്രയോഗങ്ങളാണ്. എത്ര കൊല്ലം കേട്ടിട്ട്, എത്ര നൂറ്റാണ്ട് കേട്ടാലും അവിടുത്തെ ഒരു മനുഷ്യന്റെ തിന്മ ഒഴിവാക്കാൻ കഴിയില്ല. ഒരു സത്യസന്ധമായ നന്മ അവന് പഠിക്കാൻ കഴിയൂല. ഒരു പ്രാർത്ഥന പഠിക്കാൻ കഴിയൂല. ഒരു സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ കഴിയൂല. അവന് അറിയില്ല, അവന് തിരുത്താൻ കഴിയില്ല.
ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നാട്ടിൽ നടക്കുന്ന ആചാരങ്ങളെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്തു നോക്കിയാൽ എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിലെ ആചാരങ്ങൾ മനുഷ്യർക്കൊരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാക്കൂല. ഇസ്ലാമിലെ ഏതേതു നിയമങ്ങൾ വന്നാലും അതൊരിക്കലും ഒരു മനുഷ്യനും പ്രയാസം ഉണ്ടാക്കൂല. നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മഹല്ലുകളിലെ മരണ വീടുകൾ പോലും എന്തു പ്രയാസത്തിലാണ്. മരിച്ച വീട്ടിലെ ജനാസയെ കൊണ്ടുപോയി ഖബറടക്കി, എല്ലാവരും തിരിച്ചു പോന്നു. ആ വീട്ടിലെ ഉമ്മ ഇനി മുതൽ വിധവയാണ്, ഇദ്ദയിലാണ്. ആ വീട്ടിലത്തെ കുട്ടികൾ, നാളെ നമ്മളെ പറ്റിയൊക്കെ ആലോചിച്ച് നോക്കണം, ആ വീട്ടിലെ മക്കൾ ഇനി മുതൽ യതീം എന്ന സ്ഥാനപ്പേരിലേക്ക് മാറുകയാണ്. അന്ന് രാത്രി എല്ലാവരും വിളിക്കണം, വരണം, എല്ലാവരും വീട്ടിലേക്ക് വരണം. വീട്ടിൽ മൗലൂദുണ്ട്, ഏതെങ്കിലും 4 ആൾ കൂടണല്ല, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പള്ളി ഇമാമിയങ്ങൾ, ഖതീബുമാർ അന്നേ ദിവസം രാത്രി അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചൊല്ലി, എന്നിട്ട് കുറെ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നു. അവസാനിക്കൂല. കല്യാണ കത്ത് പോലെ ആ ഖബറിന്റെ അടുത്തുനിന്ന് പണി കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങി പോരുമ്പോ ഒരു കത്ത് നിങ്ങളുടെ കയ്യിലേക്ക് നീട്ടും, ഇതാ വീട്ടിൽ 3 ഉണ്ട്, നിങ്ങളെല്ലാവരും വരണം. എന്നിട്ട് വരാത്തവരെ ഫോം വിളിച്ച് പറയും, നിങ്ങളൊക്കെ വരണം, എല്ലാരും കൂട്ടി വരണം. കല്യാണത്തിന് വിളിക്കുന്ന പോലെ അവർ വിളിക്കും. അവസാനിക്കൂല. 40ന്റെ അന്ന് അടുത്ത സദ്യ ഉണ്ടാക്കും. അന്നും അവിടെ വെച്ചു വിളമ്പും, തിന്നു കഴിഞ്ഞു പോകും. തീറ്റയാണ് എല്ലാം. മയ്യത്തിന് വേണ്ടിയിട്ടാട്ടോ, മയ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ മഹാന്മാരായ ഉലമാക്കളിൽ പ്രസിദ്ധനായ ഇമാം ഷാഫിഈ തങ്ങൾ കിതാബുൽ ഉമ്മിൽ പറയുന്നു, ഈ നിലപാട് ശരിയല്ല. 7, 3, 40 അടക്കമുള്ള മരണ വീട്ടിലെ തീറ്റ അത്ര നല്ല ഒരു പരിപാടിയല്ല. വഅഹബ്ബുൽ ജീറാനു അൽ മയ്യിത് ഔ ദി ഖറാബതിഹി അൻ യഅമലൂ ലി അഹ്ലിൽ മയ്യിത് ഫീ യൗമ യമൂത് വ ലൈലതിഹി. ഒരു വീട്ടിൽ മരണം നടന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, എനിക്കിഷ്ടമുള്ളത്, മയ്യത്തിന്റെ ജനാസയുടെ വീട്ടിലേക്ക് അയൽവാസികളായ നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി കൊണ്ടുകൊടുക്കണം. യുശ്ബിഉഹും, അവർ വയറു നിറക്കണം. ഫഇന്ന ദാലിക സുന്നത്തുൻ, അതാണ് സുന്നത്ത്. വദക്കറ കരീമുൻ, അതാണ് ഉചിതമായത്. വഹുവ മിൻ ഫഇലി അഹ്ലിൽ ഖൈരി ഖബ്ലനാ, നമ്മുടെ മുമ്പുള്ളവരൊക്കെ ചെയ്തത് അതാണ്. വബഅദനാ, നമ്മുടെ ശേഷമുള്ളവരും. ലിഅന്നഹു ലമ്മാ ജാഅ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ഇസ്ലാമിക ലോകത്തെ വലിയ ചരിത്രങ്ങൾ ഉണ്ടാക്കി. ജഅഫർ റളിയല്ലാഹു മരിച്ചപ്പോൾ കുടുംബങ്ങളാകെ വിഷമത്തിലായി, സമൂഹത്തിൽ വല്ലാത്തൊരു പ്രയാസമുണ്ടായി. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് നബി തങ്ങൾ പറഞ്ഞു, ഇജ്അലൂ ലി ആലി ജഅഫർ അത്അമാ, നിങ്ങളെല്ലാവരും ജഅഫറിന്റെ വീട്ടിലേക്ക് വരണം, ഇന്ന് അവിടെ പരിപാടി ഉണ്ട് എന്നല്ല പറഞ്ഞത്. നിങ്ങൾ അയൽവാസികൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഫഇന്നഹു ഖദ് ജാഅഹും അമറ ബിശ വഖദ് ജാഅഹും അംറുൻ യശ്ഗലുഹും, അവരുടേതായ ചിന്തകളിലായിരിക്കും. മയ്യത്തിന്റെ അവരുടെ ആ വിഷമഘട്ടത്തിലായിരിക്കും. വീട്ടുകാർ പലതരം ചിന്തകളിലായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുത്ത് അവരെ അതിന് പ്രേരിപ്പിക്കണം. അവിടെ പോയിട്ട് നമ്മളെ വയറ് നിറച്ച് ഉള്ളി കിട്ടിയോ, പപ്പടം കിട്ടിയില്ലേ, ബീഫ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കണം. ഈ സമ്പ്രദായം ഇസ്ലാമിലില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഞാൻ ചില ആൾക്കാരോടൊക്കെ ചോദിച്ചു, നിങ്ങളൊക്കെ എന്തിനാ അത് ചെയ്യുക? നിങ്ങളൊക്കെ ഒരുപാട് ഗൾഫിലൊക്കെ പോയല്ലേ, സൗദിയിൽ പോയില്ലേ, ഒമാനിൽ പോയില്ലേ, നിങ്ങൾ പലയിടത്തും പോയല്ലോ, അവിടെ എങ്ങാനും നിങ്ങൾ വല്ല പരിപാടി ഉണ്ടോ വെറുതെ കാര്യത്തിന് വേണ്ടി? അപ്പോൾ അവർ പറയാം, അങ്ങനൊന്നും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ പറയും, എനിക്ക് വാപ്പാനോട് സ്നേഹമില്ല. എന്ത് 3 കഴിച്ചില്ല, 7 കഴിച്ചില്ല, 40 കഴിച്ചില്ല, ഇതൊന്നും ഇല്ലെങ്കിൽ ഇജ് വാപ്പാനോട് സ്നേഹമില്ലാത്തവനാണ് എന്ന് പറയും. അത് തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാണ്. ഗംഭീര പോത്തിനെ കറുത്ത് ഉഷാറ് പരിപാടി എല്ലാം അങ്ങനെ പറഞ്ഞു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കത്തിൽ ഏറ്റവും ലളിതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളുടെ ഏറ്റവും രത്നച്ചുരുക്കം, ഈ പറഞ്ഞതൊന്നും നിങ്ങളുടെ മുമ്പിലേക്ക് നാളെ വന്ന് എന്തെങ്കിലും ഒരു ലാഭം നേടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി, എന്തെങ്കിലും ഒരു വോട്ടപേക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലുമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് എടുത്ത് വരാൻ വേണ്ടി അല്ല, പഠിക്കണമെന്ന ചിന്തയിലേക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം? ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കും. നമ്മുടെ തൊട്ടടുത്ത നാടിലല്ലേ, നമ്മുടെ മഞ്ചേരിയിലല്ലേ പ്രിയപ്പെട്ട മജീദ് സാഹിബിന്റെ ജനാസ കൊണ്ടുപോയത്? ഒരു ഓട്ടോറിക്ഷക്കാരനും 4-5 പേർ അവിടെ മരണപ്പെട്ടത്. മകളുടെ നിക്കാഹിന്റെ വേദി എന്തൊരവസ്ഥയായി പ്രതീക്ഷയോടെ വാപ്പ സ്വപ്നം കണ്ടതായിരുന്നു. പക്ഷേ ജനാസയായി ഇറക്കി വെച്ചു. ഗൾഫിൽ നിന്ന് വന്ന കുടുംബം ഇത് അവസാനത്തെ യാത്രയാണെന്ന് മനസ്സിലാക്കിയോ?
അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. കുടുംബത്തിന് വലിയ ക്ഷമയും ഈമാനും പ്രതിഫലവും നൽകുമാറാകട്ടെ. ഏത് സമയത്തും 6 അടി മണ്ണിലേക്ക് ഏത് ദിവസവും നമ്മൾ യാത്ര പോകേണ്ടവരാണ്. എന്താ ചെയ്യാൻ പറ്റുക? തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. നാളെ നേരം വെളുക്കുമ്പോൾ നീ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റൂല. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തഖ്വ ഉണ്ടാക്കിക്കോ, ഭക്തി ഉണ്ടാക്കിക്കോ, ഈമാൻ ഉണ്ടാക്കിക്കോ, ദിക്റുകൾ ചൊല്ലിക്കോ, സ്വലാത്ത് നബി പഠിപ്പിച്ചത് ചൊല്ലിക്കോ, ഇസ്ലാമിൽ ഇല്ലാത്തതൊക്കെ ഒഴിവാക്കിക്കോ, ദീന് മുറുകെ പിടിച്ചോ, സത്യവിശ്വാസിയായി മരിക്കാൻ നോക്കിക്കോ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. അള്ളാഹുവിന്റെ വല്ലാത്ത ഒരു സന്തോഷവാക്ക് ലഭിക്കുന്ന മരണമുണ്ട്. സമാധാനമടഞ്ഞ ആത്മാവേ, റബ്ബിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് ആശ്വാസത്തോടെ നീ അങ്ങ് മടങ്ങണം. സ്വർഗത്തിലേക്ക് നീ മടങ്ങണം. ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണുന്നത് ആരാണ്? അള്ളാഹുവാണ് എന്റെ റബ്ബ്, ഇതെന്റെ പ്രവാചകനാണ്, ഖുർആൻ എന്റെ ഇമാമാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറയാൻ കഴിയണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹുവിനെ റബ്ബായി ജീവിച്ച് അനുസരിച്ച് കാണിച്ചു കൊടുക്കണം. നബി തങ്ങളെ പിൻപറ്റി സ്നേഹിച്ചുകൊണ്ട് നമ്മൾ മാതൃകയാക്കണം. ഖുർആൻ ഓതണം, പഠിക്കണം, അർത്ഥമറിയണം, ചിന്തിക്കണം. QHLS ക്ലാസുകൾ മുടക്കരുത്. 256 മണിക്കൂറുള്ള ഒരാഴ്ചയിൽ കുടുംബസമേതം ഇരുന്നു കൊണ്ട് 1 മണിക്കൂർ QHLSന് കൊടുത്തൂടെ? 1 മണിക്കൂർ CRക്ക് കൊടുത്തൂടെ? വിദ്യാർത്ഥികളെ, യുവാക്കളെ, പാഠം പോലെ, യൂത്ത് കോൺഫറൻസ് പോലെ, ഫാമിലി കോൺഫറൻസ് പോലെ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നാടിനും മഹലിനു വേണ്ടി, ഒരു ജാഗ്രതയ്ക്ക് വേണ്ടി, ബോധവൽക്കരണത്തിന് വേണ്ടി ദിശാബോധം നൽകുന്ന വിജ്ഞാന സദസ്സുകളുണ്ട്, തസ്ബീഹകൾ നടക്കുന്നുണ്ട്, അയൽക്കൂട്ടങ്ങൾ നടക്കുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ? നാളെ ഖബറിന്റെ അടുത്തേക്ക്, അത് ഖബറിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും മടങ്ങിപ്പോരുകയാണ്. പിഞ്ചോമന മക്കൾ വരെ മണ്ണുവാരി ഇടുകയാണ്. പ്രിയപ്പെട്ട വാപ്പയും എളാപ്പയും അമ്മോശനും 3 പിടി മണ്ണുവാരി ഇടുകയാണ്. ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഖബർ കാണുന്നില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് കരയുകയാണ്, വീട് വൃത്തിയാക്കുകയാണ്, നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യുകയാണ്. ഖബർ കാണുന്ന പുരുഷന്മാരോട് ചോദിക്കണം, എന്താ ഖബർ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ട് കരഞ്ഞു. എന്തേ? ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള 1ാമത്തെ വീടാണ്. അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കി രക്ഷപ്പെടും. സ്വർഗ്ഗരതി ഒഴിവാക്കിക്കോ, വ്യഭിചാരം ഒഴിവാക്കിക്കോ, ഔറത്ത് കാണിച്ചുള്ള നടത്തം, ആളെ കാണിക്കാൻ, യൂട്യൂബിൽ ആളാകാൻ, ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ വെക്കുന്നവർ, എല്ലാ തോന്നിവാസങ്ങളും ഒഴിവാക്കിക്കോ. 6 അടി മണ്ണിലേക്ക് ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ട ശരീരമാണ്. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യിത്തെന്ന പേരു മാത്രമാകുമേ. നമ്മൾ കൊണ്ടെടുക്കണ നമ്മളെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പേര് വരെ മാറും. മക്കൾ വന്നിട്ട് വാപ്പാന്ന് വിളിക്കണതിന് പകരം മയ്യിത്ത് എടുക്കല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങും, മയ്യിത്ത് കുളിപ്പിക്കല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങുന്ന ഒരു ദിവസം വരാണ്ട്. അവിടെ രക്ഷപ്പെടാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് ചെന്ന് ജനാസ ഇറക്കി വെക്കുന്നതിന്റെ മുമ്പ് കരഞ്ഞ് ഹത്താ ബല്ല സറാ, ആ മണ്ണ് നനയാൻ മാത്രം കരയുമായിരുന്നു. നമുക്കൊക്കെ പേടിണ്ടോ? നമ്മുടെ നാട്ടിലെ ഖബറുകളൊക്കെ ഉത്സവങ്ങളാണ്. ആനയും അമ്പാരിയും കരിമരുന്നും വെടിക്കെട്ടും ഉത്സവ പറമ്പുകളായി നടക്കുകയാണ്. ദേശീയോത്സവങ്ങൾ എന്ന പേര് പറഞ്ഞ് നടത്തുകയാണ്. യഥാർത്ഥ ഖബറുകൾ സൂറുഹാങ്ങളൊന്ന് കാണണം, സന്ദർശിക്കണം. ഫൈന്നഹാ തുദക്കിറുകുമുൽ മൗതാ വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ചിന്തിപ്പിക്കും, മരണം ചിന്തിപ്പിക്കും. ഏത് കിബറുള്ള മനുഷ്യനും ഖബർ കണ്ട നന്നാകണം. അതേപോലെ തന്നെ എന്ത് ഫിത്നയും ഫസാദുമായി നടക്കുന്നവരെ ഖബറിന്റെ അടുത്ത് ചെന്ന് നീ പരലോകം ഓർക്കണം. പരലോകം എന്ന് പറഞ്ഞാൽ നീ അധികം ദൂരത്തേക്ക് ചിന്തിക്കണ്ട. വനറാഹു ഖരീബാ, അടുത്താണ് നാം അതിനെ കാണുന്നത്, അധികം ദൂരെയല്ല. ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആരംഭിക്കുകയാണ് പുതിയ ഒരു ജീവിതം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഇനി ബർസഖിലാണ് താമസം. കൊല്ലങ്ങൾ കടക്കേണ്ടി വരും, നൂറ്റാണ്ടുകൾ കടക്കേണ്ടി വരും. രക്ഷപ്പെടണം നമുക്ക്. ദുനിയാവിൽ ഈ മരണത്തിന്റെ മുമ്പ്, ഖബറിലേക്ക് ഇറക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ നമസ്കാരം ശരിയാക്കിക്കോ. പള്ളിയിൽ എത്ര പേര് പങ്കെടുക്കാറുണ്ട് സഹോദരങ്ങളെ? സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. നബിദിന റാലിക്ക് ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. മറ്റു പല മജ്ലിസിലും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. വലിയ വലിയ പ്രഭാഷണങ്ങളിൽ ആളുകൾ വന്നുകൂടിയിരുന്നു.
നമ്മുടെ പള്ളിയിലെ സുബ്ഹ് ജമാഅത്തിന് എത്ര പേരുണ്ട്, മഗ്രിബിന് ജമാഅത്തിന് എത്ര പേരുണ്ട്, ഇശാഇന് എത്ര ജമാഅത്തിന് എത്ര പേരുണ്ട്? നാട്ടിലെല്ലാ ബിസിനസ്സുകാരും ജോലിക്കാരും പങ്കെടുക്കാറുള്ള സൗകര്യമുള്ള സുബ്ഹിന്റെ ജമാഅത്തിന് എത്ര പേരുണ്ട്? എന്താ ഇതിലൊന്നും വഅദ് കൊടുക്കാത്തത്? ഈ ഉപദേശങ്ങളൊക്കെ എന്നാ കൊടുക്കേണ്ടത്? വിവാഹം കഴിയാത്ത യുവതി യുവാക്കൾക്ക് പ്രീമരീറ്റൽ കൗൺസിലിംഗ് പോലെ എന്താണ് ദാമ്പത്യ ജീവിതം, എന്താണ് റിയാലിറ്റി, എന്താണ് റീലിൽ കാണുന്നതാണോ റിയാലിറ്റി, യഥാർത്ഥ സെക്സ്വൽ ലൈഫ് എന്താണ്, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ എങ്ങനെയാ ശരിപ്പെടുത്തേണ്ടത്, ഇഫക്റ്റീവായി നമ്മൾ എങ്ങനെയാ ഭാര്യയും ഭർത്താവും സംസാരിക്കേണ്ടത്, ഇതൊന്നും പഠിക്കാതെ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയുമായ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പഠിക്കാതെ പോയാൽ നമ്മുടെ മക്കൾ, നമ്മൾ ഒരുപാട് പണം ചെലവാക്കിയ കല്യാണ പന്തലുകൾ അധികം വൈകാതെ ആ പേപ്പറുകൾ തിരിച്ചു മേടിച്ച് ഡിവോഴ്സ് ചോദിക്കുന്ന 15 ദിവസം കൊണ്ട് മാത്രം ഡിവോഴ്സ് ചോദിച്ച എത്രയോ ദമ്പതികൾ എന്റെ കൈകളിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, പള്ളികളുമായി നല്ല ബന്ധമുണ്ടാവണം, പഠിക്കേണ്ട കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കണം. പരലോകമെന്ന് പറയുന്നത് ദൂരെയല്ല, അടുത്താണ്. ഖിയാമത്ത്, അന്ത്യം അടുത്തിരിക്കുന്നു. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ 10 പറഞ്ഞതിൽ ഒന്ന് വഫാത്തി, എന്റെ മരണമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. ആ മരണം സംഭവിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്റെ സ്വഹാബത്ത് ലോകത്ത് നിന്ന് വിട പറയൽ. ആകാശ ലോകത്ത് നിന്ന് നക്ഷത്രങ്ങൾ കാണാതെയായാൽ എന്തായിരിക്കും, അതുപോലെ എന്റെ ഉമ്മത്തിലെ സ്വഹാബത്തുകളെ കാണാതായാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോളൂ. എങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ആ യാത്രക്ക്? ഒരു അമലും ചെയ്യാൻ കഴിയാതെ നമ്മുടെ മുഴുവൻ പരിശോധനകളും നടത്തുന്ന, നമ്മളെ പൂർണ്ണമായി ചെക്ക് ചെയ്യുന്ന, എല്ലാം കാണിക്കപ്പെടുന്ന, കിതാബുകൾ തുറന്നു വെക്കപ്പെടുന്ന, നന്മ തിന്മകൾ പരിശോധിക്കുന്ന, മുടിനാരിഴ കീറി മുഴുവൻ പരിശോധിച്ച് സ്വർഗനരകങ്ങൾ തീരുമാനിക്കും. അൽ ജന്നത്തു ഹഖ്കുൻ, സ്വർഗം സത്യമാണ്, വന്നാറു ഹഖ്കുൻ, നരകം സത്യമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, വിഷമത്തോടുകൂടെ നമ്മളൊന്ന് വായിക്കണം. നരകവുമായി ബന്ധപ്പെട്ട ആയത്തിൽ സഖർ എന്ന് പറയുന്ന ആഴമേറിയ നരകത്തിൽ വീണവരാരാണ്? അവരോട് ചോദിച്ചു, എങ്ങനെയാ നരകത്തിൽ വീണത്? ഖാലു, അവർ പറയാ, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൂലായിരുന്നു. നിസ്കാരം ശ്രദ്ധിച്ചോളൂ. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യം കാണിക്കണം, യതീമിനെയും വിധവയെയും പരിഗണിക്കണം, സകാത്ത് കൊടുക്കണം, സ്വതക്കയിൽ ഉണ്ടാവണം. അടുത്തത് നാട്ടിൽ നടക്കുന്ന പല തോന്നിവാസങ്ങളിലും ഞങ്ങൾ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ സംസ്കാരങ്ങൾ ആഘോഷിക്കുന്നവരുണ്ട്, നമ്മൾ അതിലുണ്ടാകണ്ട. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുണ്ട്, നമ്മുടെ ചര്യയിൽ അതില്ലാത്തതാണ്. അതുപോലെ പെണ്ണ് കാണൽ എന്ന പേരിലോ അതല്ലെങ്കിൽ പള്ള കാണൽ എന്ന ചടങ്ങിന്റെ പേരിലോ പലതിന്റെയും പേരിൽ നാട്ടിൽ പലതും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗരതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, LGBTQ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിലുണ്ടായിരുന്നു. നമുക്ക് പറയാൻ പാടില്ല, അവസരം വരാൻ പാടില്ല. ലഹരി ഉപയോഗിക്കുന്ന, ലഹരിയുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയുന്നു, മദ്യം മാത്രമല്ല, MDM മാത്രമല്ല, രാസവസ്തുക്കൾ മാത്രമല്ല, ഇഞ്ചക്ഷൻ മാത്രമല്ല, വലിച്ചൂതിക്കൊണ്ടിരിക്കുന്ന സിഗരറ്റ് ലഹരിയാണ്. പല വയസ്സായ കാക്കാരും ഉസ്താദുമാരും നേതാക്കന്മാരും അധ്യാപകർക്കും ഇപ്പോഴും അത് പ്രശ്നമല്ല, അത് സിഗരറ്റ് അല്ലേ. അയിമ എഴുതി വെച്ചിട്ടില്ലേ, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, ഇത് വലിക്കരുത്. ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ക്യാൻസർ രോഗിയുടെ ഒരു ഫോട്ടോ. പിന്നെ എങ്ങനെ മുസ്ലിമിന് ഇത് പറ്റും? സുഹൃത്തുക്കളെ, ഉപയോഗിക്കാൻ പറ്റാത്ത സിഗരറ്റ്, വലിക്കാൻ പറ്റാത്ത സിഗരറ്റ് നമ്മുടെ കടയിൽ എങ്ങനെ വിൽക്കാൻ പറ്റും? പറ്റൂല. ആ സാധനം വെച്ചുകൊണ്ട് അധ്വാനിക്കുന്ന സമ്പത്തുണ്ടോ? അത് ഹറാമിലാണ്. കച്ചവടക്കാരെ ക്ഷമിക്കണം, നിങ്ങൾ അറിഞ്ഞോ, ഖിയാമത്ത് നാളിൽ ഹറാമായ സമ്പാദ്യം കൊണ്ട് വരുന്നവന്റെ ദുരന്തം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല, മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹറാമ്, ഭാര്യക്ക് തിന്നാൻ കൊടുത്തത് ഹറാമ്. സുഹൃത്തുക്കളെ, വല്ലാത്ത വിഷമുണ്ടാക്കുന്ന അവസ്ഥയായിരിക്കുമെന്ന് ഖേദകരമായി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ലഹരിക്കെതിരെ നാട്ടിലെ എല്ലാവരും ഒത്തൊരുമിച്ച്, പ്രസ്ഥാനം മറന്ന് മഹല്ലുകാരെല്ലാവരും ഒരുമിച്ച് അത്തരം കേസുള്ള കുട്ടികളെയും യുവാക്കളെയും കൃത്യ
കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് വേണ്ടുന്ന ചികിത്സ കൊടുത്ത് ഗൈഡൻസ് കൊടുത്ത് മഹല്ലടിസ്ഥാനങ്ങളിൽ ബോധവൽക്കരണം നടത്തി പോലീസുമായി സഹകരിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാൻ ഈ നാട്ടുകാർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാട്ടിൽ എന്തൊക്കെ വേണ്ടാത്തരങ്ങൾ നടക്കുമ്പോഴും അതിന്റെ മൂടുതാങ്ങികളായി നമ്മൾ ഉണ്ടാകരുത്. നരകക്കാര് പറഞ്ഞു വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. ഞങ്ങൾ പരലോകം നിഷേധിക്കുന്നവരായിരുന്നു. അങ്ങനൊരു പരലോകമൊന്നുമില്ല, അങ്ങനൊരു ഖിയാമത്ത് നാളൊന്നുമില്ല എന്ന് പറഞ്ഞവരായിരുന്നു. നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടുമ്പോൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, 69 ഇരട്ടി ചൂടാണ്. ദുനിയാവിന്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂട്. ഈ തൊലിക്ക് പകരം 42 മുഴം കനമുള്ള തൊലിയാണ് നമ്മുടെ മേലെ വെച്ച് തരുന്നത്. സുമ്മബദ്ദൽനാഹും ജുലൂദ. ആ തൊലി കത്തിക്കരിഞ്ഞ പുതിയ തോല് തന്ന് നമ്മെ ശിക്ഷയിലേക്ക് വീണ്ടും തള്ളിവിടും. അന്ന് നരകക്കാരായ കുറ്റവാളികളായ ആളുകൾ പറയും, അത്രേ അല്ലാഹ് എന്നെ നരകത്തെ നിരീക്ഷിക്കണം, എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം. എൻ്റെ പൊന്നോമന മക്കളെ, ഞാൻ ഉമ്മ കൊടുത്ത താരാട്ടുപാട്ട് പാടി ഞാൻ ചുംബനമർപ്പിച്ച എൻ്റെ പൊന്നു മക്കളെ ഞാൻ നരകത്തേക്ക് തരാം, എന്നെ രക്ഷിക്കണം. നമ്മൾ പറയോ, ഞാൻ എൻ്റെ മക്കളെ തരാം, എനിക്ക് പ്രശ്നമില്ല, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ തരാ, എന്റെ ഭാര്യനെ തരാ, എന്റെ മുഴുവൻ കുടുംബക്കാരെ തരാ, മുഴുവൻ മനുഷ്യന്മാരെ ഞാൻ തരാ, എന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അള്ളാന്റെ മറുപടി ഇല്ലട്ടോ. ആളിക്കത്തുന്ന നരകല്ലാതെ നിനക്ക് ഇവിടെ ഒരു മാപ്പുമില്ല. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മരണം ഈമാനുള്ള മരണമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ സദസ്സ് ഇത്രയും സമയം ശ്രദ്ധിച്ച നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉണ്ടാവാനും നല്ലത് പിൻപറ്റാനും ഹിദായത്തിലേക്ക് എത്താനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സ്ഥലം നൽകിയ അതിൻ്റെ ഉടമക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ ഫളലും വലിയ നിഅമത്തുകളും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം. ഈ നാട്ടുകാർ വലിയ നന്മയിലാണ്, അവർ ഈ സദസ്സ് ശ്രദ്ധിക്കാനും കേൾക്കാനും മനസ്സ് കാണിച്ചവരാണ്. അള്ളാഹുവെ, അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും അത് സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സംസാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ വന്ന വീഴ്ചകൾ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണേ റഹ്മാനെ. കുടുംബത്തോടെ സന്തോഷത്തോടെ സ്വർഗത്തിൻ്റെ തീരത്താണ് ഞാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളിമ നൽകണമേ. ഞങ്ങളുടെ ചെറുപ്പക്കാർ, യുവാക്കൾ, അവർക്ക് ഒരുപാട് ദിശാബോധം നൽകുന്ന ഒട്ടനേകം കർമ്മ പദ്ധതികൾ ആലോചനയിലാണ്. റബ്ബേ, നീ അതൊക്കെ പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളാക്കി മാറ്റിത്തരണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ വീട്ടിലും കുടുംബങ്ങളിലും സന്തോഷം വർദ്ധിപ്പിക്കണമേ. ആളിക്കത്തുന്ന നരകത്തിൻ്റെ തീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅ الشاهدين. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.